ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അതെ, ആക്ച്വലി ഞാൻ പറഞ്ഞ 2 ദിവസമായിട്ട് നെറ്റ് ഭയങ്കര ഷോകയായിരുന്നു. ഓഫീസിൽ പോയപ്പോഴേക്കാണ് ഞാൻ വിട്ടും പോയി. പിന്നെ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് വീണ്ടും രോഹിത് മെസ്സേജ് അയച്ചപ്പോഴാണ് പിന്നെ അടുത്ത് എന്ത് ചെയ്ത് ലോഡ് ചെയ്ത്. ഇപ്പൊ മഴ ഒന്നും ഇത് കുറഞ്ഞിട്ടുണ്ട്, സോ നെറ്റ് കുഴപ്പമില്ല. സോ എന്ത് ചെയ്ത് സ്പോട്ടിൽ ലോഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ലിങ്ക് അയച്ചു തന്നു. ഓക്കെ, അല്ലാതെ ലജീഷിന് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ ഏതിനകത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓട്ടോക്കേഡിന്റെ ആണോ എക്സർഫിന്റെ ആണോ ചോദിക്കുന്നത്? ഏതാ ചോദിക്കുന്നത്, എക്സർഫിന്റെ ആണോ? മെയിനായിട്ട് നമ്മളിപ്പോ ഇതായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്എഫ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട്, അതായത് എക്സ്റ്റേണൽ ഫയൽസുകൾ നമ്മൾ എക്സ്എഫ് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫയൽസുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഓട്ടോക്യാഡ് ഫയലുകൾ അല്ലാതെ മറ്റുള്ള ഇമേജ് ഫയലുകൾ സാധാരണ വരുന്ന നമ്മുടെ ജെപെഗ് ഇമേജുകളായിരുന്നാലും അതല്ല PDF അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫയൽസുകൾ ഓട്ടോക്യാഡ് ഫയലിലേക്ക് ലിങ്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എക്സ്എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ കൂടെ വരുന്നത് ഈ ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ആക്ച്വലി ലജീഷിനൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, രോഹിത്തിന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല. നമ്മളിപ്പോൾ എക്സ്എഫ് ഫയലുകളൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഓട്ടോക്യാഡ് ഫയൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു എക്സ്എഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, XR ഒന്ന് പ്രസ് ചെയ്താൽ മതി. XR ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ്എഫിന്റെ ഡയലോഗ് ബോക്സ് വരും, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എക്സ്എഫിന്റെ എക്സ്റ്റേണൽ റെഫറൻസ് ഫയലുകളുടെ ഒരു ലിസ്റ്റ് വരും. സോ ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം ഏത് ടൈപ്പ് ഫയലിനെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PNG പോലത്തെ PNG JPEG പോലത്തെ ഇമേജ് ഫയലുകളാണെങ്കിൽ, നോർമൽ ഇമേജ് ഫയലാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഫയൽ എടുത്താൽ മതി. കാരണം നമ്മളിപ്പോൾ അബ്രോഡൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ അത്യാവശ്യം ഹൈ പ്രൊഫൈൽഡ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ടൈറ്റിൽ ബ്ലോക്കിനകത്ത് എന്തുണ്ടാവും, ഇതിൽ എക്സ്റ്റേണൽ ഫയലുകൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയുന്ന ലോഗോസ് ഉണ്ടാവും അവരുടെ കമ്പനികളിലൊക്കെ, അതായത് കൺസൾട്ടൻസ് അല്ലെങ്കിൽ ക്ലയന്റ് അങ്ങനെയുള്ള ലോഗോസുകൾ ഉണ്ടാവും, സബ് കോൺട്രാക്ടേഴ്സ് അങ്ങനെയുള്ള അവരുടെ ഒക്കെ കമ്പനി ലോഗോസ് ഉണ്ടാവും. ആ ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടൈറ്റിൽ ബ്ലോക്കിൽ ആഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരുന്ന ചില റിപ്പോർട്ടുകൾ ചിലപ്പോൾ ആഡ് ചെയ്യാറുണ്ട്. ഏതിനകത്ത്, നമ്മുടെ ഇതിനകത്ത് ചില സോയിൽ റിപ്പോർട്ടുകൾ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻസ് ചെയ്ത് വെച്ചിരിക്കുന്നു, സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഫോർമുല അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വേയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഒരു സംഭവം നമുക്കിപ്പോൾ ഓട്ടോക്യാഡിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്തായിരിക്കും, ആ ഒരു സംഭവം ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് കോപ്പി എടുത്തിട്ട് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് പേസ്റ്റ് എടുക്കുന്നതായിരിക്കും. സോ അതാകുമ്പോൾ നമുക്ക് എന്താ ഇമേജ് ഫയലായിട്ട്, അത് എക്സ്റ്റേണൽ ഇമേജ് ഫയലായിട്ടായിരിക്കും അതെന്താവുക നമുക്ക് ലോഡായിട്ട് വരിക. ഓക്കെ, സോ അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മെയിനായിട്ട് എക്സ്റ്റേണൽ ഫയലുകൾ, അതായത് ഈ ഒരു എക്സ്റെഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എക്സ്റ്റേണൽ റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോൾ എനിക്കിവിടെ PDF ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ PDF-നെ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഏതൊരു PDF ഡ്രോയിങ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു, ഓപ്പൺ കൊടുക്കുന്നു. സോ എന്ത് ചെയ്യും, അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് വരും. സോ ഈ ഓപ്ഷൻസിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് പാത്ത് ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് റിലേറ്റീവ് പാത്ത് ആണ് കൊടുക്കുന്നത്. നോ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള പാത്ത് ഡീറ്റെയിൽ ഇതിനകത്ത് ഉണ്ടാകത്തില്ല. ഓക്കെ, അതേപോലെ നമുക്ക് ഫുൾ പാത്ത് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ റിലേറ്റീവ് പാത്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്ന സ്കെയില് നമുക്ക് എങ്ങനെ ചെയ്യണമെന്നാണ്. നമുക്കിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സ്കെയിൽ ഫിക്സ് ചെയ്ത് കൊണ്ടുപോകാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഫയലിന്റെ സ്കെയിൽ അറിയില്ല, ഓട്ടോക്യാഡിനകത്ത് സ്കെയിൽ എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഫുൾ സൈസിൽ നമ്മൾ 1 എന്നുള്ള ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത്. സോ എനിക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഫയലിന്റെ സെയിം സൈസിൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1 കൊടുക്കാം. അതല്ല ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽ സൈസിനെക്കാളും വലിയ സൈസായിട്ട് വേണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു PDF ക്രിയേറ്റ് ചെയ്തത് A3 പേപ്പർ സൈസിലായിരിക്കും. സോ എനിക്ക് ഓട്ടോക്യാഡ് ഫയലിനകത്ത് എനിക്ക് എന്ത് വേണം, അത് A3 സൈസ് പേപ്പറിന്റെ സ്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ 1 തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിലോ 2 കൊടുക്കാം. സോ അതിന്റെ ഡബിൾ സൈസിലായിരിക്കും എന്താണത്
ഇമ്പോർട്ട് ആകുന്നത്. ബട്ട് നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ വലുതാക്കുമ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായി പോകും, പിക്സൽസ് ആയിപ്പോൾ നമുക്ക് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഫുൾ സൂം ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിനെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, 0.5 അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള 1 താഴെ കൊടുക്കുക, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയം സ്ക്രീനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയം നമുക്ക് എന്താ സ്കെയിൽ മാനുവൽ ആയിട്ട് മൗസ് കഴ്സർ യൂസ് ചെയ്ത് നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഇൻസെർഷൻ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ XY ഡയറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എൻ്റർ ചെയ്യാം, മാനുവലായിട്ട് എൻ്റർ ചെയ്യാം. ഇവിടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് മാനുവലായിട്ട് എൻ്റർ ചെയ്യാം. XY അറിയാലോ, നമ്മുടെ 00 പോയിന്റിൽ നിന്നും എക്സും വൈ ഡയറക്ഷനിലേക്ക് എത്ര ഡിഫറൻസിലാണോ വേണ്ടത് ആ ഒരു വാല്യൂ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാനുവലായിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് അവിടെ നമുക്ക് വരും. അതല്ല നമുക്ക് മാനുവലായിട്ട് ഓൺ സ്ക്രീൻ ലൊക്കേഷൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ആക്ടിവേറ്റ് ചെയ്യുക. സോ ഓൺ സ്ക്രീൻ ആയിട്ട് എന്ത് ചെയ്യും, ചൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം സ്പെസിഫൈ ഓൺ സ്ക്രീൻ, അതായത് റൊട്ടേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുക്കുക. സോ ക്രിയേറ്റ് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് ഇത് എങ്ങനെ റൊട്ടേറ്റഡ് ആയിട്ട് വരണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഡിസൈഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിലോ അതെന്ത് ചെയ്യുക, ആംഗിൾ കൊടുത്തിട്ട് 0 ആംഗിൾ. സോ നോർമലി നമ്മളൊരു PDF ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണോ കാണുന്നത് അതേ ആംഗിളിൽ ഇതിനകത്ത് ക്രിയേറ്റ് ആയിട്ട് വരും, ബൈ ഡിഫോൾട്ട് ആയിട്ട് ഓട്ടോക്കാനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് വരും. സോ അത് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 3 ഓപ്ഷൻസ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ചില PDF-കൾക്ക് അറിയാൻ പറ്റും, ചില PDF-കൾക്ക് എന്തുണ്ടാവും, ഒരേ PDF-നകത്ത് ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് ആക്ച്വലി ഒറ്റ പേജേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ കണ്ടത് നമ്പർ 1 എന്നും പറഞ്ഞിട്ട് സിംഗിൾ പേജ് കാണിക്കുന്നത്. സോ ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി PDF ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒരേ പേജ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്റ്റേണൽ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ പേജിൽ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ടൈംസ് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ലൊക്കേഷൻ മാറി കിട്ടത്തില്ല, ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് വരും. സോ അത് വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് അറ്റ് എ ടൈം എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒന്നേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. സോ ഞാൻ കൊടുത്തത് ആക്ച്വലി സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുത്തത് പോയിന്റ് മാത്രമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, പോയിന്റ് മാത്രം ഞാൻ എന്ത് ചെയ്ത് ആ ഒരു ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്തു. സോ സ്കെയിൽ ഞാൻ എന്താ കൊടുത്തത്, ബൈ ഡിഫോൾട്ടാണ് കൊടുത്തത്, 1 വേണം എന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്ത് സ്കെയിൽ കൊടുത്തത്. സോ 1 0 റൊട്ടേഷനിൽ എന്ത് ചെയ്ത് ആ ഒരു എക്സ്റ്റേണൽ ഫയൽ ക്രിയേറ്റ് ആയിട്ട് വന്നു. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നോക്കി ഇപ്പൊ എന്തായിട്ടുണ്ട്, എക്സ്റ്റേണൽ റെഫറൻസിനകത്ത് ഒരു ഫയൽ ആഡായി വന്നിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ കൊണ്ട് ഡീറ്റെയിൽസിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും, ഏത് ലൊക്കേഷനിലാണ് ഈ ഒരു ഓബ്ജക്റ്റ് കിടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഇവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓബ്ജക്റ്റിനെ സിമ്പിൾ ആയിട്ട് എക്സ്റ്റേണൽ ഫയലുകൾ നമുക്ക് ഡ്രോയിങ്സിനകത്ത് കൊണ്ടുവരാം. ഇത് മേ ബി ഇമേജസ് ആവാം, എനിക്കിപ്പോൾ ഒരു കളർ ലോഗോ കൊണ്ടുവരാൻ ടൈറ്റിൽ ബ്ലോക്ക് നോക്കിയാൽ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും കൊണ്ടുവരാം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഇതിനെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോർമലി ഇതിനകത്ത് വരിക, നോർമൽ നമ്മുടെ സ്കെയിലിംഗ് ടൂളും നമുക്ക് ഇത് നോർമലി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടൂളും സ്കെയിൽ ടൂൾ എടുത്തു, ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇമേജ് ഫയൽ ഒരു ലോഗോ കൊണ്ടുവരണം, നമുക്ക് ഇത്രയും സൈസിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, ഇഷ്ടമുള്ള സൈസിൽ റൊട്ടേറ്റ് ചെയ്യാം, മൂവ് ചെയ്യാം, എല്ലാം നമുക്ക് ഇഷ്ടമുള്ള സാധാ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഓബ്ജക്റ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സ്കാൻഡ് കോപ്പി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ തന്നെ ആസ് ഓബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിനെ ചൂസ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇതിനകത്ത് തന്നെ നമുക്ക് എന്തുണ്ടാവും, PDF ഇമ്പോർട്ട് ആസ് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഓബ്ജക്റ്റിനെ ഓബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അതായത് ഓട്ടോക്കാഡ് ഓബ്ജക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ബട്ട് എക്സ്പ്ലോർഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്ത സമയം എനിക്ക് എന്തായിരുന്നു, അതിനകത്തുള്ള ഡയമെൻഷൻസ് എല്ലാം പോളിലൈൻ ആയിരുന്നു, റൈറ്റ്. ബട്ട് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് എക്സ്പ്ലോർഡ് ഓബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. എല്ലാ ഓബ്ജക്ട്സും ഇൻഡിവിജ്വൽ ഇതിലായിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ചില ഓബ്ജക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ, ചില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കണ്ടു ഇമ്പോർട്ട് ആസ് ഓബ്ജക്ട്സ് കൊടുത്തു, അതിനുശേഷം ഞാൻ ഡ്രാഗ് ചെയ്ത് കൊടുക്കണം, എനിക്ക് ഇത്രയും ഏരിയക്കകത്തുള്ള സാധനങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, ഓബ്ജക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് വരണം. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം, ആ ഒറിജിനൽ സാധനം നമ്മൾ കൊണ്ടുവന്ന സോഴ്സ് ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണോ അതോ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഓബ്ജക്ട്സിനെ ഇമ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഡിറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അൺലോഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, കീപ്പ് കൊടുക്കുകയാണ്. സോ ഒറിജിനൽ ഓബ്ജക്ട്സ് അവിടെ ഉണ്ടാവും, അതിനെന്ത് ചെയ്യും, അതോടൊപ്പം തന്നെ ആ ഒരു ഇതിന്റെ ഒരു കോപ്പി എന്തായിട്ട് വരും, ഇമ്പോർട്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായിട്ടുണ്ട്, ഇതിപ്പോൾ എൻ്റെ പ്രീവിയസ് ഓബ്ജക്ട്സ് ആണ് കണ്ടോ, അതായത് PDF ആണ്. ബട്ട് ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്തായിട്ട് വന്നു, എനിക്ക് സെപ്പറേറ്റ് ഓബ്ജക്ട്സ് ആയിട്ട് വന്നു കണ്ടോ.
ഇതെനിക്ക് എന്തായിട്ടുണ്ട്, ഇതിപ്പോൾ ഇത് ഓട്ടോക്കേഡ് ഒബ്ജക്ട്സ് ആണ് കണ്ടോ. ഇതിപ്പോൾ പോളിലൈൻ ആയിട്ട് കിടപ്പുണ്ട്. ഇതിനകത്ത് വരാണെന്നുള്ളത് ഇതെല്ലാം ലൈൻസ് ആണ്. അതായത് നോർമൽ എക്സ്പ്ലോർഡ്. ഇതിപ്പോൾ ആക്ച്വലി നമുക്ക് എനിക്കൊന്ന് ടെക്സ്റ്റ് ആയിട്ട് എക്സ്പ്ലോർഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് വന്നു. ഇപ്പോഴുള്ള ഓട്ടോക്കേഡ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് കുറച്ചുകൂടെ ഓൾഡ് വെർഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് എക്സ്പ്ലോർഡ്, ഈവൻ നമുക്ക് ഈ ടെക്സ്റ്റ് പോലും നമുക്ക് എക്സ്പ്ലോർഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാനൊക്കെ ഉപയോഗിച്ചിരുന്ന, അതായത് ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന സമയത്ത് അതടക്കം എന്തായിട്ടാണ് വരുന്നത്, എക്സ്പ്ലോർഡ് ആയിട്ടാണ് വരുന്നത്. ബട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ചില കാര്യങ്ങളെങ്കിൽ എന്തായിട്ട് വരുന്നുണ്ട്, പോളിലൈൻ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ഇതേപോലെ ഒബ്ജക്ട്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ബട്ട് അത് സ്കാൻഡ് കോപ്പി അല്ല എന്നുണ്ടെങ്കിൽ, ചില സ്കാൻഡ് ആയിട്ടുള്ള PDF ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, പ്രോപ്പറായിട്ട് നമുക്ക് ഇത് കിട്ടത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇതുപോലെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഒരു ചോദ്യം വരുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ എക്സ്റ്റേണൽ ഫയലുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, ഈ ഓട്ടോക്കേഡ് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ ഒരു ഓട്ടോക്കേഡ് ഫയൽ എടുത്തിട്ട് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടത്തില്ല, നമ്മൾ വരച്ച ബാക്കിയുള്ള ഡ്രോയിങ്സ് ഉണ്ടാവും, ഒബ്ജക്ട്സുകൾ ഉണ്ടാവും, ഓട്ടോക്കേഡിനകത്തുള്ള ഒബ്ജക്ട്സുകൾ ഉണ്ടാവും. ബട്ട് നമ്മൾ ഈ എക്സ്റ്റേണലായിട്ട് അറ്റാച്ച് ചെയ്ത ഫയലുകൾ എന്ത് ചെയ്യത്തില്ല, അവർക്ക് കിട്ടത്തില്ല. കാരണം ഈ ഒരു ഫയൽ എക്സ്റ്റേണലായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഒരിക്കലും ഈ ഒരു ഫയലിനകത്തല്ല എന്ത് ചെയ്തിരിക്കുന്നത്, ഒബ്ജക്ട്സ് ഇരിക്കുന്നത്. അത് മറ്റൊരു ഫോൾഡറിലാണ് കിടക്കുന്നത്. ആസ് എ റെഫറൻസ് ആയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒബ്ജക്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ലിങ്ക് വഴി. സോ ആ ലിങ്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാത്ത് എവിടെയായിരിക്കുന്നത്, ഇത് നോക്കിയാൽ ഇതിപ്പോ എന്റെ സിസ്റ്റം ആണ് കാണിക്കുന്നത്. ഈ എന്ന് പറയുമ്പോഴേക്ക് ഈക്കകത്ത് ഡെസ്ക്ടോപ്പിനകത്ത് മൈ വർക്ക്സ് എന്ന് പറയുന്ന എന്റെ സിസ്റ്റത്തിനകത്തുള്ള ഫോൾഡറിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഓട്ടോക്കേഡ് ഫയൽ അയച്ചു കൊടുക്കുമ്പോൾ ഈ ഫയലുകൾ ഏതിനോടൊപ്പം പോകത്തില്ല, ആ ഓട്ടോക്കേഡ് ഫയലിനോടൊപ്പം പോകത്തില്ല. സോ ഇവിടെ എന്തെന്ന് കാണിക്കും, ഇത് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണിക്കും. അതായത് ഈ ഒരു പാത്ത് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് ഇങ്ങനെ കാണിക്കും. ഈ ഫയൽ കിടക്കുന്നത് ഇന്ന പാത്തിനകത്താണെന്ന് ഒരു മെസ്സേജ് മാത്രം അതിനകത്തുള്ളൂ. സോ ആ ഒരു ഫയലിനെ കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ആ ഒരു ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് വന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ആ പാത്ത് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പാത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. സോ എന്ത് ചെയ്യും, കണ്ടോ ഇപ്പൊ എന്തായിട്ട് മാറി, അതേ ലിങ്കിനകത്ത് കയറിയപ്പോൾ ആ ഒരു ഫയൽ എന്തായിട്ട് മാറി, റീപ്ലേസ് ചെയ്യും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീപ്ലേസ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ മറ്റൊരു ഫയലും ഉണ്ട്. ഓക്കെ, സോ അല്ല നമുക്ക് ഇനിയിപ്പോ ഒരു ഇതേപോലെ നമ്മളിപ്പോ പറഞ്ഞാൽ നമ്മളിപ്പോ കുറെ ഫയലുകൾ എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തു. എനിക്കിനിപ്പോ എന്ത് ചെയ്യണം, ഈ ഒരു ഫയലിന് ഈ എക്സ്റ്റേണൽ ഫയലോട് കൂടി എനിക്ക് എന്ത് ചെയ്യണം, മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ട്രാൻസ്മിറ്റ് എന്നുള്ള ഒരു മെത്തേഡ്. ഞാൻ ഇതിന് ETR എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് വരും, ഈ ട്രാൻസ്മിറ്റ് എന്ന് വരും. അല്ലെങ്കിൽ ET എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് വരുമെന്ന് തോന്നുന്നു. കാരണം വേറെ ഇത് വരുന്നില്ല, ജസ്റ്റ് ആ ഈ ട്രാൻസ്മിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. സോ ഈ ട്രാൻസ്മിറ്റ് എടുക്കാം. അതിനകത്ത് ആക്ച്വലി നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ആക്ച്വലി ഇതിപ്പോൾ സേവ് ചെയ്യാത്ത ഫയലാണ്. നമുക്കിപ്പോൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് സേവ് ചെയ്യാം. കാരണം എന്തെങ്കിലും ഒരു ഫയൽ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രോപ്പറായിട്ട് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്ന ആ ഒരു ഫയലിനകത്ത് ഒന്ന് സേവ് ചെയ്യണമെന്ന് വെച്ചോ. ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ഫയലിന് ഒരു പേരിനകത്ത് സേവ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ ട്രാൻസ്മിറ്റിന്റെ ഡയലോഗ് ബോക്സ് ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ET എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്ത് ചെയ്തു, എനിക്ക് ഈ ട്രാൻസ്മിറ്റിന്റെ ഒരു വിൻഡോ ഡയലോഗ് ബോക്സ് വന്നു. സോ ഈ വിൻഡോയ്ക്കകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഈ ഒരു ഫയലിനകത്ത് എക്സ്റ്റേണലായിട്ട്, അതായത് നമ്മൾ ഈ ട്രാൻസ്ലേറ്ററിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിപ്പ് ഫോൾഡർ ആണ്. സോ ആ സിപ്പ് ഫോൾഡറിനകത്ത് ഏതൊക്കെ ഫയലുകളാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊരു ഡീറ്റെയിൽ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. സോ അതിനകത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോക്കേഡ് ഫയൽ ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിനകത്ത് ഒരു PDF ഫയൽ ഉണ്ടാവും. കണ്ടോ, ഒരു PB എന്ന പേരുള്ള ഒരു PDF ഫയൽ ഉണ്ടാവും. നമ്മൾ ഇനി എത്ര എക്സ്റ്റേണൽ ഫയലുകൾ നമ്മൾ കൊടുത്തിരുന്നാലും അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ഇമേജസ് കൊടുത്താൽ ആ ഒരു ഇമേജസിന്റെ ഡീറ്റെയിൽ ഇവിടെ ഇതിനകത്ത് കയറി വരും, ഇവിടെ കയറി വരും. നമുക്കിവിടെ ഞാൻ ജസ്റ്റ് അതുകൂടെ ഒന്ന് കാണിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് വന്ന് ഒരു ഇമേജ് ഫയൽ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇമേജ് ഫയൽ കൊടുത്തു. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഇമേജ് ഫയൽ ചൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഇമേജ് ഫയൽ ചൂസ് ചെയ്തു, ഓക്കെ കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഓക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പേരൊന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഫയൽ എന്തായി, ഇവിടെ ക്രിയേറ്റ് ആയി. ഇത് ജസ്റ്റ് ഒരു ഇമേജ് ആണ്. അപ്പോൾ അത് നോക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഇമേജ് ഫയലും വന്നിട്ടുണ്ട്. അതോടൊപ്പം താഴെ നമ്മൾ എന്ത് ഇരിപ്പുണ്ട്, PDF ഇരിപ്പുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ പോയതുപോലെ ഈ ട്രാൻസ്മിറ്റിലോട്ട് വരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഈ ട്രാൻസ്മിറ്റിലോട്ട് പോകുന്നു. സോ ഓക്കെ, സേവ് ചെയ്യാം. നമ്മളിപ്പോൾ ലാസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് സേവ് ചെയ്തില്ല. സോ അതോടെ ഞാൻ സേവ് ചെയ്തപ്പോൾ സമയം ഇപ്പം നോക്കി നോക്കിയാൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ഒരു PNG ഫയലും വരുന്നുണ്ട്, അതോടൊപ്പം എന്തും വരുന്നുണ്ട്, ഒരു PDF ഫയലും വരുന്നുണ്ട്.
സോ നമ്മൾ എത്ര എക്സ്റ്റേണൽ ഫയലുകൾ ആഡ് ചെയ്തിരുന്നാൽ ഇതുപോലെ എന്തെങ്കിലും ലിസ്റ്റ് ആയിട്ട് വരും. സോ അത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 4 ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആ 4 ഫയലുകൾ ആ പേരുകളിൽ വരും. സോ ആ 4 ഫയലുകൾ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എന്താ, വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട, വേറെ യാതൊരു രീതിയിലൊന്നും ചെയ്യേണ്ട. ഇവിടെ കണ്ടാൽ നമുക്ക് അതിന്റെ സൈസും എല്ലാം വരും ഇതിനകത്ത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. സോ നമ്മുടെ അടുത്ത് എവിടെ സേവ് ചെയ്യണം, എന്ത് പേര് സേവ് ചെയ്യണം എന്ന് ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ ഏതിലോട്ട് വരുന്നു, നമ്മുടെ ഡെസ്ക്ടോപ്പിലോട്ട് ഒന്ന് വരുന്നു. ഡെസ്ക്ടോപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് സേവ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു പേര് കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ നോക്കിയാൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫയലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കേണ്ടത്. ആ ഓട്ടോകാഡ് ഫയൽ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അയച്ചു കൊടുക്കണം. ഇപ്പൊ ഇതിനകത്ത് നോക്കി നോക്കിയാൽ നമുക്ക് എന്തുണ്ടാവും, ആ ഓട്ടോകാഡ് ഫയൽ ഉണ്ടാവും, അതോടൊപ്പം ആ ഫോൾഡറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, ആ ഒരു ഫോൾഡറും ഉണ്ട്. ആ ഫോൾഡറിനകത്ത് എന്ത് കിടപ്പുണ്ട്, നമ്മുടെ ആ 2 ഫയലുകളും എക്സ്റ്റേണൽ ഫയലുകളും കിടപ്പുണ്ട്. സോ നമ്മൾ ഈ ഒരു ഫയൽ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഇതൊരാൾക്ക് അയച്ചു കൊടുത്തു, അവരെന്ത് ചെയ്യും, സാധാരണ ആൾക്കാർ ചെയ്യുന്നതാണ്, അല്പം ബുദ്ധി കുറവുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതേപോലെ ഞാനും അയച്ചു കൊടുത്തിട്ട് എൻ്റെ അടുത്ത് തന്നെ വീണ്ടും തിരിച്ചു കോൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള ഫയലിനകത്ത് എക്സ്റ്റേണൽ ഫയലുകളൊന്നും ഇല്ലാതെ. അവരെന്താ ചെയ്യുന്നത്, അവർ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഓപ്പൺ ചെയ്യും. ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതിനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. സോ ഇങ്ങനെ ഞാൻ ഓട്ടോകാഡ് ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും, മിസ്ഡ് ആയിരിക്കും. കണ്ടോ, ആ ഒരു ഫയൽ മിസ്സിംഗ് ആണ്. കാരണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് ആ എക്സ്റ്റേണൽ ഫയലിനകത്ത് നിന്ന് അതിന് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, 2 ഫയലും മിസ്സിംഗ് ആണ്. കാരണം ഒരിക്കലും ഈ ഫയൽ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, എക്സ്റ്റേണൽ ഫയലിനകത്ത് നിന്ന് ആ ലിങ്കിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. സോ അത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ തന്നെ ചെയ്യണം, ഇതിന് ആദ്യം അൺസിപ്പ് ചെയ്യണം, അതായത് എക്സ്ട്രാക്ട് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇപ്പോൾ അൺസിപ്പ് ചെയ്യണം. സോ എന്ത് ചെയ്ത് ആ ഒരു സാധനത്തിന്റെ ഫോൾഡർ നമുക്ക് എന്താവും ക്രിയേറ്റ് ആയിട്ട് വരും. എവിടെയാണ് എൻ്റെ ഫോൾഡർ വന്ന്, ഡ്രോയിങ്. ഓക്കെ, ഫസ്റ്റ് ഒന്നാണ്. നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അവിടെ ഫോൾഡർ വന്നു. ഞാനിപ്പോൾ ഈ ഒരു ഫയലിന് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും, ആ ഫയലുകൾ ഉണ്ടാവും. കാരണം അതിൻ്റെ കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ മൈ വർക്ക് 2D ഡ്രോയിങ്സ് ബീമുകൾ എല്ലാം ഉണ്ടാവും. അതിനകത്ത് ആ ഫയൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓപ്പൺ ആയിട്ടുണ്ടാവും, ലിങ്ക്ഡ് ആയിട്ട് വരും. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ഇങ്ങോട്ട് പണി കിട്ടുന്ന ഒരു കാര്യമാണ്. സോ അതാണ് നമ്മൾ അത് എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ രോഹിത്? കേട്ടില്ല. ആ ചെയ്യാം, എക്സൽ വെച്ച് ചെയ്യാലോ. അതാണ് ആക്ച്വലി ഇപ്പോൾ ലജീഷിനും ഒക്കെ അത് അറിയായിരിക്കും നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്. ലജീഷിന്റെ ആ ഒരു കൊല്ലത്തിന്റെ പ്ലാൻ നമ്മൾ പല പല ഫയൽ വെച്ചിട്ട് ഇല്ലേ, ബേസ് പോയിന്റ്, അതെ ബേസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് കോപ്പി ചെയ്യാം. അതല്ല എക്സ്റഫ് വെച്ചിട്ട് ചെയ്യാം. എക്സ്റഫ് വെച്ചിട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതല്ല, നമ്മൾ ഇതേ മെത്തേഡിൽ എക്സ്റഫ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ്. പറഞ്ഞോ. ഓക്കെ, നമ്മളിപ്പോ എക്സ്റഫ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെയിം മെത്തേഡിൽ ചെയ്യാം. ബട്ട് അതിനെ എല്ലാം ബേസിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ കോർഡിനേഷൻ പോയിന്റ് ആണ്. നമ്മുടെ ആ 0 പോയിന്റിൽ നിന്നുള്ള മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. വേണം ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ഡ്രോയിങ്സ് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചോ, നോർമൽ, ദാറ്റ് മീൻസ് ഡ്രോയിങ്സ് എന്നല്ല, ഞാനൊരു എംപ്റ്റി ഡ്രോയിങ്സ്, പുതിയൊരു ഡ്രോയിങ്സ് ഞാൻ ഓപ്പൺ ചെയ്യണം. ഓക്കെ, സോ എനിക്ക് എന്ത് ചെയ്യണം, ഇനി മറ്റൊരു ഓട്ടോകാഡ്, ഇപ്പോൾ രോഹിത് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ പോവാണ്. അതിനകത്ത് ഇപ്പോൾ ഒരേ പ്രോജക്റ്റിൽ 4-5 പേരെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഡ്രോയിങ്സും കൂടെ ഒരു ഡ്രോയിങ്സിനകത്ത് കമ്പൈൻ ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്ത അതേ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, XR ഞാൻ ടൈപ്പ് ചെയ്യണം. ഇത് XR എടുത്ത് ടൈപ്പ് ചെയ്തു. സോ ആ ലിങ്ക് വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഓട്ടോകാഡ് ഫയൽ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഓട്ടോകാഡ് ഫയലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും വർക്ക് ചെയ്തത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് വന്നു ഈ ഒരു ഡ്രോയിങ്സിനെ ഞാൻ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. ദാറ്റ് മീൻസ് ഓപ്പൺ കൊടുക്കുകയാണ്. സോ ഇതിനകത്ത് ഇപ്പം നമുക്ക് കാണിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് സെയിം ഇതിന് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യണം. സോ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, സ്കെയിൽ വരെ ഓൺ സ്ക്രീൻ അല്ല, അവർക്ക് തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇൻസർഷൻ പോയിന്റ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇത് ഇൻസർഷൻ പോയിന്റ് എടുത്ത്, ഇൻസർഷൻ പോയിന്റ് ആക്ച്വലി നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, ബൈ ഡീഫൾട്ട് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ സാറിന് എക്സ്റഫ് ഒക്കെ ചെയ്യുമ്പോൾ ബൈ ഡീഫൾട്ട് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, സോ ഞാൻ തിരിച്ച് ഒന്നുകൂടെ ഒന്ന് എടുക്കുന്നു, അതേ ഇതിനെടുക്കുകയാണ്.
അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. ബട്ട് നമ്മൾ സാധാരണ നമ്മൾക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതേപോലെ ഇൻസെർഷൻ പോയിന്റ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, എവിടെ നിന്നാണോ എടുക്കുന്നത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എൻട്രി ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മളിപ്പോൾ ഓവർലേ ആയിട്ട്, അതായത് നമ്മൾ എന്തിനാ എടുക്കുന്നത്, നമ്മൾ സാധാരണ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ ഒരു ഡ്രോയിങ്സ് എടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബേസിക് പോയിന്റ് നമുക്ക് എന്തായിട്ട് മാറും, നഷ്ടപ്പെടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇതിനകത്ത് 0 പോയിന്റ് വെച്ച് കൊടുക്കണമെന്ന് വെക്കാം. അപ്പോൾ ആ ഡ്രോയിങ്സ് ഞാൻ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് പോയിന്റ് എന്തായിട്ട് മാറും, ഇതായിട്ട് മാറും. കണ്ടോ, ഈ 0 പോയിന്റ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഡ്രോയിങ്സ് എല്ലാം ഇതിലേക്ക് വന്നിരിക്കുന്നത്. ബട്ട് ഇതിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എക്സ്റഫ് ആയിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഈ ഡ്രോയിങ്സ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് എക്സ്റ്റേണൽ ഫയലാണ്. കണ്ടോ, ഇത് ആക്ച്വലി ഓട്ടോക്കേഡ് ഒബ്ജക്ട്സ് ആണ്, ബട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് എക്സ്റ്റേണൽ ഫയലാണ്. മനസ്സിലായില്ലേ, ഇത് മറ്റൊരു ഫയലിനകത്ത് ഇരിക്കുന്ന ഫയലാണ്, ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ ഓബ്ജക്ട്സുകൾ മറ്റൊരു ഫയലിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഫയലിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സാധാരണ കോപ്പി പേസ്റ്റ് അല്ല ചെയ്തത്, റെഫറൻസ് ആയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാണ്, ഇപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, ഇതിനകത്ത് രോഹിത്തിന്റെ റോൾ എന്താണ്, ആ റോൾ രോഹിത് എന്ത് ചെയ്യുക, ഇതിനകത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ, രോഹിത്തിന്റെ റോൾ ഇപ്പൊ രോഹിത് ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്, ഇന്റീരിയർ ഡിസൈനിങ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാൾസ് ഇരിപ്പുണ്ട്, രോഹിത് എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇന്റീരിയർ ഡിസൈനിങ് കൊണ്ട് ചെയ്യാം. ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിംഗ് അപ്ലൈ ചെയ്യാം. സോ രോഹിത്തിന്റെ പാർട്ട് എന്താണോ ആ ഒരു പാർട്ട് എന്ത് ചെയ്യുക, ഈ ഡ്രോയിങ്സിനകത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ രോഹിത്തിന്റെ അകത്ത് ഉള്ളൂ. സോ രോഹിത്തിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനെ ഓപ്പൺ ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ ബ്ലോക്ക് എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, റെഫറൻസ് ഓപ്ഷൻസ് വരും. ഫോർ എക്സാമ്പിൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ആണ്, കണ്ടോ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എഡിറ്റ് എക്സ്റഫ് ഇൻ പ്ലേസ് ഉണ്ട്, നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എഡിറ്റ് ചെയ്യാം. നമ്മുടെ ഫയലിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഡിറ്റ് ചെയ്യാം. ബട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എഫക്റ്റ് ആവുന്നത് അതിന്റെ സോഴ്സ് ഫയൽ എഫക്റ്റ് ആവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓപ്പൺ എക്സ്റഫ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഈ സോഴ്സ് ഫയൽ ഓപ്പൺ ആവും. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഞാനിപ്പോൾ സോഴ്സ് ഫയൽ ഓപ്പൺ ചെയ്യാണ്, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും, മറ്റൊരു ഫയലൂടെ ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ഇപ്പൊ നോക്കിക്കേ, എനിക്ക് എന്ത് ചെയ്തു, ആ സോഴ്സ് ഫയൽ ഓപ്പൺ ആയിട്ട് വന്നു. എനിക്കിപ്പോ എന്ത് ചെയ്യാം, ഈ സോഴ്സ് ഫയൽ വന്നിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡോറിനെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ സോഴ്സ് ഫയലിനെ എഡിറ്റ് ചെയ്തു, ജസ്റ്റ് ഒരു സാമ്പിളിന്. ഓക്കെ, ഞാൻ സോഴ്സ് ഫയലിനെ എഡിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളിപ്പോൾ എക്സ്റഫ് ആയിട്ട് കൊണ്ടുവന്ന ഫയലിനകത്ത് എഫക്റ്റ് ആകത്തുള്ളൂ. ഞാൻ എക്സ്റഫ് ഫയലിലോട്ട് വന്നു, ഇതിനകത്താണ് ഞാനിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ നമുക്ക് ഒരു ഗ്രീൻ കളറിൽ, അതായത് ഇതുപോലൊരു റീഫ്രഷ് ചെയ്യാനുള്ള, റീലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫയലിൽ നമ്മൾ യഥാർത്ഥ ഒറിജിനൽ ഫയലിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, എഡിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മളടുത്ത് പറയാണ് റീലോഡ് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾ അതിന്റെ എഫക്റ്റിന് അതിനകത്ത് വരത്തുള്ളൂ, ഇതിനകത്ത് എഫക്റ്റ് ആകത്തുള്ളൂ. നമ്മൾ അവിടെ എഡിറ്റ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്യുന്നത്, സിമ്പിളായിട്ട് ഇവിടെ വരിക, ജസ്റ്റ് റീഫ്രഷോ അല്ലെങ്കിൽ റീലോഡ് ഓൾ റെഫറൻസ് കൊടുക്കുക. സോ എന്ത് ചെയ്യും, തിരിച്ചത് റിഫ്ലക്ഷൻ ആവും. ഇപ്പൊ നോക്കിയാൽ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ആ റിഫ്ലക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നമ്മൾ ഒരു ഫയലിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ അല്ല. പക്ഷെ അവരവർ എന്ത് ചെയ്യുന്നു, അവരവരുടെ പാർട്ടിനകത്ത് വെക്കുന്നു. നമുക്ക് ഏറ്റവും എപ്പോഴും എഫക്റ്റ് വരുന്നത് വോയിസ്. രോഹിത്, രജീഷിന് ആവശ്യം വരുന്നുണ്ടോ? ഹലോ രജീഷ്, ഓക്കെ. സോ നെറ്റിന്റെ ഇഷ്യൂസ് ആയിരിക്കും, കുഴപ്പമില്ല. രോഹിത്തിന് നമ്മുടെ റെക്കോർഡിംഗ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ക്ലിയർ ആയിട്ട് വരും, കുഴപ്പമില്ല. അതാണ്, സോ നമ്മുടെ റെക്കോർഡിംഗ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ഓക്കെ, അതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഇതുപോലെയാണ് ഇപ്പൊ 4-5 പേര് ഒരു ഫയലൊക്കെ ഇതിനകത്തൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതേപോലെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഓരോരോ ആൾക്കാർ അവരോരോ പാർട്ടുകൾ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കിപ്പോൾ ഈ ഒരു ഫയലിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നം മാത്രമേ നമുക്ക് ഈ ഒരു ഇതിനകത്ത് വരുന്നുള്ളൂ. ബാക്കി എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെനിക്ക് പ്രിന്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. നമുക്ക് സാധാരണ നമ്മുടെ ലേഔട്ടിനകത്ത് വെച്ച് നമുക്ക് ഇതിനെ പ്രോപ്പറായിട്ട് സ്കെയിൽ ചെയ്ത് അതിനകത്ത് പ്രിന്റ് ചെയ്യാൻ അതൊന്നും യാതൊരു കുഴപ്പമില്ല. പ്രിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ആ ഒരു ഇതിനകത്ത് വരും. പിന്നെ നമ്മൾ ആ ഒരു ലെയറിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സംടൈംസ് എന്ത് വരും, ഈ ഒരു എക്സ്റഫ് ലെയേഴ്സ് കയറി വരും. കണ്ടോ, ഇതിനകത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, എക്സ്റഫ് ലെയറുകൾ കൂടെ വരുന്നുണ്ട്. കണ്ടോ, നോക്കിക്കേ, എക്സ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. അതിനകത്ത് ഉണ്ടോ എന്റെ അതായത് ഈ ഒരു ഓബ്ജക്റ്റുകളുടെ ലെയറുകൾ ഇതിനകത്ത് കയറി വരും, ഇതിനകത്ത് കയറി വരും. കാരണം നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് ടേൺ ഓഫ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രീസ് ചെയ്യണം എന്നുള്ള കണ്ടോ, ഇതിനകത്ത് ഇപ്പൊ എല്ലാം എന്താണെന്നുണ്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഹൈഡ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രീസ് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലെയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓബ്ജക്ട്സ് ഈ ഡ്രോയിങ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഏതിന്റെ രണ്ട് ടൂൾ മനസ്സിലായില്ല? ഇല്ല, നമുക്ക് ഇല്ലില്ല, സംഭവം മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ആ ഒരു ഓപ്ഷൻ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആക്ച്വലി രജീഷിന്റെ ബാച്ചിൽ ഞാൻ എടുത്തായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഡീപ്പായിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ നമ്മുടെ എന്താ പറയുന്ന CVR എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സർവേയറിന്റെ ഡാറ്റാസ് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, നോർത്ത് ഈസ്റ്റ് കോർഡിനേഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കോർഡിനേഷൻസ് വെച്ച് നമുക്ക് ആ കോർഡിനേഷൻസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓട്ടോക്യാഡിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഡ്രോയിങ്സ് വരച്ച് ഓട്ടോക്യാഡ് തന്നെ വരച്ച് തരും. ഔട്ടർ ബൗണ്ടറി ലൈൻസ് എന്ത് ചെയ്യും, നമുക്ക് വരച്ച് കിട്ടും. മനസ്സിലായില്ലേ? സോ അതാണ് പറഞ്ഞത്. ലജീഷിന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ രോഹിത്തിന്റെയും അർജുന്റെയും ബാച്ചിൽ ഞാൻ അത് എടുത്തിട്ടില്ലായിരുന്നു. സോ ഞാൻ അവിടുത്തെ പറഞ്ഞ് നേരിട്ട് വരും. ആക്ച്വലി നമ്മുടെ ഡെമിനെയും അമറിന്റെയും ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പറയുന്നത്. സോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൽ നമുക്ക് കുറച്ചുകൂടെ ഓൺലൈൻ ക്ലാസ്സിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം എന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ അർജുനന്റെ ജോബിനെ കയറി, അതേപോലെ അമൃതയും ഡയഗ്നോസിസ് ചെയ്യുന്നു. പിന്നെ ഡെമിനേറ്റതും ആക്ച്വലി ഒന്നും ആയിട്ടില്ല. ഡെമിനേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സോ അങ്ങനെ ഒരു സൈഡിലായി, കുഴപ്പമില്ല. സോ അത് ഞാൻ ചെയ്യാൻ വേണമെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം. ബട്ട് ഓൺലൈനായിട്ട് കിട്ടിയിട്ട് കാരണം അത് ഒരാൾക്ക് എന്താ പറയുക, കുറച്ച് സാമ്പിൾ വെച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രം നമ്മൾ പെട്ടെന്ന്, കാരണം കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്, എന്നാലും മനസ്സിലാക്കി പഠിക്കാം എന്നുള്ളത് സംഭവമാണ്. സോ നമുക്ക് അതിനെ കുറച്ച് ഡയറക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എല്ലാ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിൾ കാണിച്ച് പറയാൻ പറ്റും. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ടൂൾ എന്ത് ചെയ്യാൻ പിന്നീട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വെച്ചത്. കാരണം പ്രത്യേകിച്ച് വേറെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ ടൂളിന്റെ എന്ത് വരുന്നില്ല, യൂസേജ് വരുന്നില്ല. നമ്മളിപ്പോ ഔട്ട് സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് യൂസേജ് വരുന്നുള്ളൂ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ടൂൾസുകളാണ് ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞത്. ഒന്ന് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ഡാറ്റ എക്സ്ട്രാക്ഷൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, പൊതുവെ ഒരിടത്തും അങ്ങനെ ഇതായിട്ട് പഠിപ്പിക്കാത്ത, കാരണം നമ്മുടെ നാട്ടിൽ അധികം വാല്യൂ ഇല്ലാത്തത് കാരണം ഒന്ന് ഡാറ്റ എക്സ്ട്രാക്ഷൻ ഉണ്ട്, മറ്റൊന്ന് നമ്മുടെ എന്താ പറയുന്ന ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സ്റഫിന്റെ ടൂളുകൾ ഉണ്ട്. പിന്നെ നമുക്ക് വേറൊരു ടൂൾ വരുന്ന നമ്മളിപ്പോ ഈ പറഞ്ഞ CVR, ആക്ച്വലി എക്സ്റ്റേണൽ ടൂളാണ്. ഓക്കെ, നമ്മുടെ ഈ കോർഡിനേഷൻ എല്ലാം ചെയ്യുന്ന. പിന്നെ നമുക്ക് ഇപ്പൊ പഠിച്ച ET ആണ്, നമ്മുടെ ET, നമ്മുടെ എന്താ പറയുന്ന ഈ ട്രാൻസ്ഫർ ടൂൾ. സോ ഈ ടൂളുകളൊന്നും ആക്ച്വലി പൊതുവെ നമ്മുടെ ഇവിടെയുള്ള സെന്ററിലൊന്നും പഠിപ്പിക്കാറില്ല. കാരണം അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ രീതിയിൽ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ അതാണ് അവരെ സംബന്ധിച്ചുള്ള അവർ എന്ത് ചെയ്യാറില്ല, അത് പഠിപ്പിച്ച് തരാറില്ല. ഓക്കെ, ബട്ട് ഇത് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ സ്റ്റുഡൻസിനെ അത് പഠിപ്പിക്കുന്നത്. കാരണം അത് അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വലിയ രീതിയിൽ യൂസേജ് ഉള്ളതാണ്.
ഈവൻ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഡിസൈനർ അല്ല, നമ്മുടെ കീഴിൽ വേറെ ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരുന്നാൽ അത് നമ്മൾ അറിയണം. എന്തുകൊണ്ട് അത് വരുന്നില്ല എന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റെക്ടിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ടൂൾസുകൾ പറഞ്ഞു തരുന്നത്. സോ ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഡാറ്റ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ തന്നെ കാണിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിയിലെ പ്രോജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയസും ഡീറ്റെയിൽസും ആരുടെ കയ്യിലുണ്ടാവണം, നിങ്ങളുടെ കയ്യിലുണ്ടാവണം. സോ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്രോജക്ട് ഇപ്പോൾ ഓൾറെഡി ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് കയ്യിൽ കിട്ടിയിരുന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് അതിനകത്ത് റെക്ടാംഗിൾസ് മാത്രം വരച്ച് റെക്ടാംഗിൾസും ലെയറും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എപ്പോൾ വേണമെങ്കിൽ അതിനകത്ത് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ മെയിൻ ആയിട്ട് വരുന്നത് അതാണ്. നമുക്ക് 4 ഇത് വരുന്നത്, ഈ ഒരു 4 എണ്ണമാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഏതിന് വേണ്ടിയിട്ട് വരുന്നത്, നമ്മുടെ ഈ ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ അതിനകത്ത് എനിക്ക് തരാനുള്ള സജഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സർവേന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസിനകത്ത് ആ ഇസഡ് വാല്യൂ ഒഴിവാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. കാരണം നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഇസഡ് വാല്യൂ അപ്ലൈ ചെയ്യുന്നത്. സോ ഇസഡ് വാല്യൂ അപ്ലൈ ചെയ്താലുള്ള ദോഷം ആർക്കറിയാം, രജീഷിന് അറിയാം. രജീഷ് നമ്മൾ അവസാനം 3D കൺവേർട്ട് മാറ്റുമ്പോഴേക്കും എന്തായാലും മാറും, ആ ഇസഡ് വാല്യൂ കൂടെ എന്ത് ചെയ്യും, അതാണ് നോർമൽ ലൈനകത്ത് കയറി വരും. സോ അതാണ് ഇസഡ് വാല്യൂ എന്ത് ചെയ്ത് ഒരിക്കലും ഒരു ഡാറ്റ ഇതിനകത്ത് നമ്മുടെ സർവേയർ ഡീറ്റെയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് വാല്യൂ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ. എക്സ് വൈ വാല്യൂ വിഷയമല്ല. എക്സ് വൈ എന്ന് പറയുമ്പോഴേക്കും നോർമലി സർവേയർ തരുമ്പോൾ നമുക്ക് തരുന്നത് നോർത്ത് ഈസ്റ്റ് കോർഡിനേഷൻ ആണ് തരുന്നത്. സോ അതിനകത്ത് വരുന്ന ഇസഡ് വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ അത് ഹൈറ്റ് വാല്യൂ തരുമ്പോൾ അത് ഒഴിവാക്കണം. 2Dക്കകത്ത് ഒരിക്കലും ഇസഡ് വാല്യൂ അപ്ലൈ ചെയ്യില്ല. കാരണം നമ്മൾ ഇസഡ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 2Dക്കകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നീട് ആ ഡ്രോയിങ്സിന് നമ്മൾ ഏരിയ എടുക്കാനൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രശ്നം വരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഏരിയ വരത്തില്ല. കാരണം ഹൈറ്റ് പൊങ്ങിയും താഴ്ന്നൊക്കെ നിൽക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓട്ടോക്കായിട്ടുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. സോ അതാണ് നമ്മൾ 2D ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്ത് ഇസഡ് വാല്യൂ റിമൂവ് ചെയ്യാം. ഇസഡ് വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്ത് ആ ഒരു സർവേ ഡ്രോയിങ്സ് നിങ്ങൾ എന്ത് ചെയ്ത് യൂസ് ചെയ്യരുത്. ഓക്കെ ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും കേട്ടില്ല? ഞാൻ പറഞ്ഞു തരുന്നല്ല അത്. ഞാൻ ആക്ച്വലി 3-4 പേരെയും കൂടെ ഒരുമിച്ച് കിട്ടിയിട്ട് ചെയ്യാന്നുള്ള ഇതിലാണ് മാറ്റി വെച്ചത്. ഇനിയിപ്പോ കുഴപ്പമില്ല, ഇപ്പൊ അവരില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ രോഗത്തിന് എന്ത് ചെയ്യാം, എടുത്തു തരാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ചെയ്യാം. അങ്ങനെ കുറച്ച് ഡ്രോയിങ്സ് ഉണ്ട്, ആ ഡ്രോയിങ്സ് കൂടെ ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്തു. ആണോ? കുഴപ്പമില്ല, അത് നോക്കിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ആ ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഔട്ട് സൈഡ് നമ്മളിപ്പോ അബ്രോഡ് പോകുമ്പോൾ അബ്രോഡിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മെയിൻ ഇരുന്നപ്പോഴേക്കും അവിടുത്തെ പ്ലോട്ട് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോലെ അല്ല. ക്രോസ് ഡയഗണൽ ഡയമെൻഷൻസും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൗണ്ടറി ഡയമെൻഷൻ തന്നിട്ടല്ല അവരെന്ത് ചെയ്യുന്നത്, നമുക്ക് ഡ്രോയിങ്സ് തരുന്നത്. അവരവിടെ പ്ലോട്ട് ഡീറ്റെയിൽ നമുക്ക് തരുന്നത് ജസ്റ്റ് ബൗണ്ടറി ലെങ്ത്തുകൾ ഉണ്ടാവും, ബൗണ്ടറി ലെങ്ത്തുകൾ, പോയിന്റുകളുടെ ലെങ്ത്തുകൾ ഉണ്ടാവും. അതോടൊപ്പം നമുക്ക് എന്തുണ്ടാവും, ഒരു കോർഡിനേഷൻ ഡീറ്റെയിൽ അവർ തരും, കോർഡിനേഷൻ പോയിന്റ്സുകൾ. ഓക്കെ, ആക്ച്വലി എൻ്റെ ആ ഡ്രോയിങ്സ് ആക്ച്വലി മിസ്സായി, അതിൻ്റെ കോർഡിനേഷൻ പോയിന്റ്സിൻ്റെ. ഞാൻ ആക്ച്വലി ലജീഷിന്റെ ബാച്ചിൽ ഞാനത് കാണിച്ചു കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു കോർഡിനേഷൻ പോയിന്റ്സിന്റെ ഒരു ഡ്രോയിങ്സ് ഉണ്ട്, ആ ഒരു ഡ്രോയിങ്സ് ഞാൻ ആക്ച്വലി അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് അതിൻ്റെ എൻ്റെ മിസ്സായി. ആക്ച്വലി നമ്മുടെ കൂട്ടത്തിലുള്ള സാറിൻ്റെ കയ്യിൽ അതുണ്ട്. സോ ഞാൻ അതൊന്ന് വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, അതൊന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നതെന്ന്. കാരണം നമുക്ക് ആ ഒരു കോർഡിനേഷൻ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ വേറൊരു ഫയൽ എടുക്കും, ഇതിനകത്ത് നോക്കി നോക്കട്ടെ. പക്ഷെ അത് നമ്മുടെ ഇവിടെ കിട്ടത്തില്ല, അത് ഗൾഫിലെ ഇതാണ്. സോ അത് കാരണം അവിടുത്തെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. നോക്കട്ടെ, ഡൗൺലോഡ് നോക്കട്ടെ, ചാൻസ് കുറവാണ്. അതാ ഇല്ല, ടൈറ്റിൽ ബ്ലോക്ക് ഇല്ല, ഇതിനകത്തില്ല. ഞാൻ ആക്ച്വലി അത് നോക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ഗൾഫിലുള്ള ഡ്രോയിങ്സ് ആണ്. ഓക്കെ, ഗൾഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സ് ആണ്. സോ
സോ ഇപ്പോൾ ഈ ഡ്രോയിങ്സ് നോക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു ബിൽഡിങ്സിന്റെ തന്നെ ബിൽഡപ്പ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. കണ്ടോ, ഇത് പമ്പ് റൂമിന്റെ. സോ പമ്പ് റൂമിന്റെ ബിൽഡപ്പ് ഏരിയ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് അവർ ഹാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നോക്കാന്നുണ്ടെങ്കിൽ കണ്ട ഹാച്ച് ആണ്. ബാക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, പക്ഷെ അത് ലോക്ക് ഇട്ടിട്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ ലോക്ക് ഇട്ടോട്ടെ. സോ ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തിരിക്കുകയാണ്, ഹാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, അല്ലെങ്കിൽ അവർ വോൾ ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഡോർ കാണിച്ചിട്ടുണ്ട്, എല്ലാവരും എന്നിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി വാട്ടർ ടാങ്ക് ആണ്. ഇതാണ് ആക്ച്വലി പമ്പ് ഇരിക്കുന്ന റൂം. ഓക്കെ, സോ ആ റൂമിന്റെ ഏരിയ, ബിൽഡപ്പ് ഏരിയ എത്ര ഉണ്ടെന്നും പറഞ്ഞിട്ട് കാണിക്കും. അവർ ബിൽഡപ്പ് ഏരിയക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളർ കൊടുത്തിരിക്കുന്നത്. ഇതുണ്ട്, അത് ആക്ച്വലി ലെജൻഡ് ആണ്. നോക്കിയൊക്കെ ഈ ഒരു ഏരിയ വരുന്നത്, ഇത്രയും ഏരിയ ആണ് കാൽക്കുലേഷൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നുള്ള ലെജൻസ് ആണ് അവർ എന്തായിട്ട് കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബിൽഡപ്പ് ഏരിയ ആണ്. ബിൽഡപ്പ് ഏരിയക്കാണ് അവർ BUA എന്നും പറഞ്ഞവർ കൊടുക്കുന്നത്. സോ ഇതിപ്പോൾ ഒരു സെപ്പറേറ്റ് സ്കെയിലാണ്, 1:400 എന്ന സ്കെയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ. ഓക്കെ, ഇനിയിപ്പോൾ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ അവർ B1, അതായത് ബേസ്മെന്റ് 1. ഓക്കെ, ബേസ്മെന്റിൻ്റെതാണ് ഇതാണ്ട് കാണിച്ചത്. 1:100 ആണ്. അതിന്റെ ബിൽഡപ്പ് ഏരിയ ഇത്രയും ഏരിയ വരുന്നുണ്ട്. സോ ഈ ഡീറ്റെയിൽ എല്ലാം ഇവിടെ ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോബി ഉണ്ട്, ഏരിയ ഷെഡ്യൂൾ, ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ഷെഡ്യൂളിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് എന്തൊക്കെ ഏരിയകൾ വന്നാൽ അതിനൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടാവും. ലോബി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടൊന്ന് പോവാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ എവിടെ കിടക്കുന്നത്, ഓക്കെ 6 ഇതാണ്ട് ഗ്രൗണ്ട് ഫ്ലോർ കിടക്കുന്നു. കണ്ടോ, ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് നോക്കിയാൽ നമുക്ക് കുറച്ച് ഏരിയസ് ഉണ്ട് അതിനകത്ത്. കണ്ടോ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഷോപ്സ് ആണ്, തിരിച്ചിരിക്കുന്ന ഷോപ്സ് ആയിട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. സോ ഇതിനകത്തുള്ള നമ്പർ ഓഫ് റൂംസ് അവർ ഏത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, ഏരിയ ഷെഡ്യൂളിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് GF ലെജൻഡിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഷോറൂം വരുന്നുണ്ട്, അതേപോലെ 3 ഷോറൂംസ് വരുന്നുണ്ട്, 3 സ്റ്റെയർ റൂം വരുന്നുണ്ട്. അത് സർക്കുലേഷൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ സ്ക്വയർ മീറ്റർ കാണിച്ചിട്ടുണ്ട്, സ്ക്വയർ ഫീറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാവരും എന്ത് ചെയ്യണം, ഇതാണ് ഈ ഡീറ്റെയിൽസ് ആണ് ആര് ചെയ്യേണ്ടി വരിക, നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. ഇങ്ങനെയുള്ള ഡാറ്റസ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നോക്കിയൊക്കെ മെസനിൻ ഫ്ലോറിനകത്ത് എന്തൊക്കെ ഇത് വരുന്നുണ്ടെന്ന് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലെവൽ 1, പിന്നെ ഇതിനകത്ത് വരാണെന്നുണ്ടെങ്കിൽ വീണ്ടും വേറെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. ഏരിയ ഷെഡ്യൂളിനകത്ത് വരാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ടോട്ടൽ ഏരിയസ് ആണ്. ബേസ്മെന്റ് 2 ഉണ്ട്, ബേസ്മെന്റ് 1 ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ, മെസനിൻ ഫ്ലോർ, ലെവൽ 1 ഉണ്ട്, RF ഉണ്ട്. അത്രയും ഡീറ്റെയിൽസിന്റെ സ്ക്വയർ മീറ്ററും കാണിച്ചിട്ടുണ്ട്, സ്ക്വയർ ഫീറ്റും കാണിച്ചിട്ടുണ്ട്, ടോട്ടലും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്, മെസനിൻ ഫ്ലോർ പറഞ്ഞു, ലെവൽ 1 പറഞ്ഞു, റൂഫ് ഫ്ലോർ വരുന്നു. തൊട്ട് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ പമ്പ് റൂം, അതേപോലെ നേരത്തെ മറ്റേതിനകത്ത് വന്ന അതേ ഇതിൽ ഇതിനകത്ത് സർവീസസ് ഡീറ്റെയിൽ കാണിക്കുന്നതായിട്ടാണ്. കണ്ടോ, പമ്പ് റൂം ആൻഡ് ടാങ്ക്സ്, അതായത് ഇത് 3 ടാങ്ക്സ് ആണ്, അതിന് എൻട്രൻസ് ഇല്ല. ഇത് പമ്പ് റൂം ആണ്. കണ്ടോ, ഡോർ കൊടുത്തിട്ടുണ്ട് അതിന്റെ എൻട്രൻസിന് വേണ്ടിയിട്ട്. ഈ ഏരിയയിൽ വരാണെങ്കിൽ അവിടെ നിന്ന് അവരെന്ത് കാണിച്ചിട്ടുണ്ട്, സർവീസസ് ഏരിയ കാണിച്ചിട്ടുണ്ട്, പാർക്കിംഗ് ആണ്. സോ ഈ പാർക്കിങ്ങിനൊക്കെ ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട്. ആ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നോക്കിയൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്, സർക്കുലേഷൻസ് ഏരിയ കാണിച്ചിട്ടുണ്ട്. സർക്കുലേഷൻസ് ഏരിയ കിടക്കുന്നത് ഈ കളറിലാണ് കിടക്കുന്നത്. ഇത് സർക്കുലേഷൻ ഏരിയ ആണ്. ഇതാണ്ട് ഇവിടെ വരുന്ന ലോബി, ഇത് ഒരു സർക്കുലേഷൻ ഏരിയ ആണ്. പിന്നെ ഇതിനകത്ത് തന്നെ വീണ്ടും 2 കണ്ട സർവീസസ് ഉണ്ട്. ഇത് മൊത്തം സർവീസസ് ആണ്. ഓക്കെ, അല്ല ഇത് കാണുന്ന ഇതെല്ലാം സർവീസസ് ആണ്. മെക്കാനിക്കൽ സർവീസസ് റൂം ഉണ്ട്, അതേപോലെ ഇതാണ്ട് മെക്കാനിക്കൽ സർവീസസ് റൂം ഉണ്ട്. പിന്നെ FCC ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉണ്ട്, ഗാർബേജ് റൂം ഉണ്ട്, പിന്നെ WC വാട്ടർ ക്ലോസറ്റിന്റെ ഇതുണ്ട്, മെക്കാനിക്കൽ റൂംസ് ഉണ്ട്. മെക്കാനിക്കൽ റൂംസിനകത്ത് ഒരുപാട് സംഭവങ്ങൾ വരും. മെഷീൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വെക്കുന്നത്, ജനറേറ്റർ പോലത്തെ മെഷീൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാനൊന്ന് ക്ലോസ് ചെയ്യാണ്, ഒന്നേന്ന് ലോഗിൻ ചെയ്തു, നമ്മുടെ ടൈം കഴിഞ്ഞു. പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓരോ ഏരിയസും ഇന്ന ഏരിയ ആണ്. ഇപ്പൊ ഈ ഡ്രോയിങ്സ് കാണുന്ന, ഇപ്പൊ ഡ്രോയിങ്സിനെ കുറിച്ച് വിവരം ഇല്ലാത്ത ആൾക്കാർക്ക് വരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രോയിങ്സ് എന്നാൽ കാര്യം മനസ്സിലാവും. കാരണം നമ്മൾ അങ്ങനെ കളർ തിരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡ്രോയിങ്സ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഏരിയസ് കാണിച്ചിരിക്കുന്നത്. നോക്കിയൊക്കെ, ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയുണ്ട്, ഒരു ലോബി ഉണ്ട്, സർക്കുലേഷൻ ഏരിയ ആണ്. സ്റ്റെയർ കേസ് 3 സർക്കുലേഷൻ ഏരിയ ആണ്. കണ്ടോ, ഇവിടെ വന്നാൽ സർക്കുലേഷൻ ഏരിയ കാണാം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെയർ റൂം, ഒരു സ്റ്റെയർ റൂം, ഇതാണ്ട് ഒരു സ്റ്റെയർ റൂം ഉണ്ട്, അതേപോലെ ഇതാണ്ട് ഒരു സ്റ്റെയർ റൂം, 3 സ്റ്റെയർ റൂം വന്നു, സർക്കുലേഷൻ ഏരിയ. ലോബി വന്നു, മൊത്തം 4 എണ്ണം. ഇവിടെ നോക്കി എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അതുപോലെ ഷോറൂം ഉണ്ട്, 1, 2, 3. നോക്കിയൊക്കെ നമുക്ക് എത്ര ഉണ്ട്, ഷോറൂം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്.
സോ അങ്ങനെയല്ല എന്ത് ചെയ്യും, ഇതൊക്കെയാണ് ആക്ച്വലി നമ്മൾ നോർമലി എന്തെന്ന് പറയുന്നത്. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. എല്ലാം എന്തായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, എന്നാലോ പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡ് ആയിരിക്കണം. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഗാർബേജ് കാൽക്കുലേഷൻ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു കാൽക്കുലേഷൻ ആണ്. ഗാർബേജ് ഏരിയ, ഇത്രയും ഏരിയ ഉള്ള ഒരു ബിൽഡിങ്സിന് ഇത്ര ഏരിയ ഗാർബേജിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടുത്തെ റൂളാണ്. മനസ്സിലായോ? സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇതിനകത്ത് നോക്കിയേ കൊടുത്തിട്ടുണ്ട് വെയിറ്റ് പെർ കെ ജി. ഇപ്പൊ ഏരിയ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയക്ക് ഇൻറ്റു 5 kg എന്തുണ്ടാവണം, ഗാർബേജ് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവണം. മനസ്സിലായോ? അതാണ് അവിടുത്തെ റൂൾ. സോ നമ്മുടെ ടോട്ടൽ ഏരിയ, ഇപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നമ്മുടെ ടോട്ടൽ ഏരിയ എത്രയാണ്, നമുക്കിപ്പോൾ ടോട്ടൽ ഏരിയ വരുന്നത് മീറ്റർ സ്ക്വയറിൽ വരുന്നത് 2189 മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്, സ്ക്വയർ മീറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ 23,570 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയക്ക് എത്ര ഗാർബേജ് ഏരിയ വേണം, എത്ര നമ്പർ ഓഫ് ഗാർബേജ്, 5 kg കപ്പാസിറ്റി ഉള്ള എത്ര നമ്പർ ഓഫ് ഗാർബേജ് ഇത് വേണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എത്ര വേണം, ഓൾമോസ്റ്റ് 118. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് എന്തായിട്ട് കൊടുക്കും, 118 ഇത് വേണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തന്നെ കൂട്ടി നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എടുക്കുന്നു സ്ക്വയർ ഫീറ്റ് അല്ലേ കിടക്കുന്നത്. ഓക്കെ, 23,571 ഇടാം. ഓക്കെ, പറഞ്ഞോ. ഒറ്റയ്ക്കകത്ത് കാൽക്കുലേറ്റർ ഉണ്ട്. QC പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കാൽക്കുലേറ്റർ കിട്ടും. അല്ലെ, QC പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിനകത്ത് കാൽക്കുലേറ്റർ വരും. ഏതിന്റെ? അത് മുമ്പ് യൂസ് ചെയ്തും കാണിച്ചിട്ടുണ്ട്. അല്ല, യൂസ് ചെയ്തും കാണിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടില്ല, ആക്ച്വലി അവർ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമുക്കിതിപ്പോ ടോട്ടൽ നമ്മൾ ഇതിനകത്ത് വരുന്നത് എത്ര കൊടുക്കണം, 23,000 ഇപ്പം 23,571. നമുക്ക് ഫസ്റ്റ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ, 23 അല്ലേ ഇൻറ്റു 5. കറക്റ്റ് വിടുക. നമുക്കിപ്പോ 117.85 നമ്മൾ ഇതിന് എന്തായിട്ട് എടുക്കും, 118 ആയിട്ട് എടുക്കും. ഓക്കെ, 118 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഗാർബേജ് 118 5 kg കപ്പാസിറ്റി ഉള്ള 118 കണ്ടെയ്നർ ഗാർബേജ് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബിൽഡിങ്സിന് പ്രൊവൈഡ് ചെയ്യണം ഈ ഏരിയക്ക്. ഇത് ആക്ച്വലി റൂളാണ്, അവിടുത്തെ റൂൾ പ്രകാരമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ദുബായ്, ഐ തിങ്ക് ഇത് ഈ പ്രൊജക്ട് ദുബൈയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രൊജക്ട് നെയിം എവിടെ കിടക്കുന്ന, ഡ്രോയിങ് ടൈറ്റിൽ, ഓക്കെ, ലൊക്കേഷൻ ഇതിനകത്ത് കാണുമല്ലോ. ഓക്കെ, സ്റ്റുഡിയോ ഇന്റർനാഷണൽ ഇത് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ ഇവര്, സ്റ്റുഡിയോ ഇന്റർനാഷണൽ. ആക്ച്വലി ഇവര് കൺസൾട്ടൻസീസ് ആണ്, ഇന്ത്യൻ കൺസൾട്ടൻസി ആണ്. അപ്പൊ ഇതിനകത്ത് അതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഇതിനകത്ത് ഈ ജസ്റ്റ് ഈ വെബ്സൈറ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം നിങ്ങളുടെ ഇതിനകത്ത്. സോ അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് വരും. അതിനകത്ത് കരിയർ എന്നും പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടാവും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ വേക്കൻസീസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തോടെ അറിയാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് ഗൾഫിലുള്ള ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ എടുക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോക്കി നോക്കി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, JPEG ഉണ്ട്, JPEG ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഇതിപ്പോ സബ് കൺസൾട്ടന്റിന്റെ എന്താ പറയുന്ന ലോഗോയാണ് കണ്ടോ. ബട്ട് അവരുടെ സിസ്റ്റത്തിനകത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, എന്റെ സിസ്റ്റത്തിനകത്ത് ഇത് അവൈലബിൾ അല്ല. തൊട്ട് നോക്കി കെവിന്റെ സബ് കൺസൾട്ടന്റ് ഫയർ ആൻഡ് ലൈഫ് സേഫ്റ്റിയുടെ സബ് കൺസൾട്ടന്റിന്റെ ലോഗോയാണ് എന്ത് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. സോ ഗൾഫിലൊക്കെ പോയി തരുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ഡീറ്റെയിൽ ആഡ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് അവരുടെ പ്ലോട്ട് നമ്പർ. ഈ ഒരു പ്ലോട്ട് നമ്പർ ദുബൈയിൽ ഈ ഒരു പ്ലോട്ടിന് മാത്രമേ കാണത്തുള്ളൂ. അവരിങ്ങനെ പ്ലോട്ട് നമ്പർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആഡ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ഡ്രോയിങ്സിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് BUA, ബിൽഡപ്പ് ഏരിയ ആൻഡ് FR ഏരിയ കാൽക്കുലേഷൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡ്രോയിങ്സ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ നോക്കിക്കേ, ഈ ഒരു ഡീറ്റെയിൽ അതിനകത്ത് വേണം. ഇഷ്യൂഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോയിങ്സ് നമ്മുടെ എല്ലാ പർപ്പസും കഴിഞ്ഞു. കൺസൾട്ടന്റ് അപ്രൂവ് ചെയ്തു, നമ്മുടെ ക്ലയന്റ് അപ്രൂവ് ചെയ്തു, നമ്മുടെ അതോറിറ്റീസ് അപ്രൂവ് ചെയ്തു, നമ്മുടെ മെയിൻ കോൺട്രാക്ടർ അപ്രൂവ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നത്, ഇഷ്യൂഡ് ഫോർ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഈ ഒരു ഡ്രോയിങ്സ് സാധാരണ ഒരു ഹാർഡ് കോപ്പി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ ഡ്രോയിങ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെന്ന്. സോ ഇവിടെ ഇഷ്യൂഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഈ ഡ്രോയിങ്സ് ആക്ച്വലി ഫൈനൽ ഡ്രോയിങ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട് അപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഇഷ്യൂഡ് കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ
ഇഷ്യൂ ചെയ്ത ഡ്രോയിങ്സ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അതേപോലെ ഇതിനകത്ത് വേറെ ആക്ച്വലി റിവിഷൻ ഡീറ്റെയിൽ ഇതിനകത്ത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാം ഉണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നത് റിവിഷന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നമ്പർ ഓഫ് റിവിഷൻസ് ഇടും. 3, 4, 5. ഞാൻ പറയാം, എൻ്റെ ഒരു ഡ്രോയിങ്സ് ഞാൻ 36 റിവിഷൻ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ടൈറ്റിൽ ബ്ലോക്ക് നോക്കിയാൽ അത് മൊത്തം റിവിഷൻ നമ്പറാണ്. നമ്പർ ഇടും, റിവൈസ് ചെയ്യുന്ന ആ ഡേറ്റ് ഇടും. റിവൈസ് മീൻസ് നമ്മൾ ചിലപ്പോൾ 2 ദിവസം കൊണ്ടായിരിക്കും റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആ റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവിഷൻ ഡേറ്റ് ആയിട്ട് ഇടുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെൻഷൻ ചെയ്യും എന്ത് റിവിഷനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. മേ ബി അപ്ഡേഷൻ ആയിരിക്കാം, മേ ബി ഡ്രോയിങ്സ് റിവൈസ്ഡ് ആയിരിക്കാം. അങ്ങനെയുള്ള ചെറിയൊരു രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. പിന്നെ ഇവിടെ ആരാണോ റിവൈസ് ചെയ്യുന്നത് അവരുടെ പേരിട്ട്. ഇപ്പം ഞാനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് നെയിമായിട്ട് ഞാൻ എന്ത് ചെയ്യും, പേര് കൊടുക്കും. സോ ഇത് ഓരോ റിവിഷനും നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ ഇത് നമ്മൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. നമ്മുടെ ഇതിനകത്ത് വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. നിങ്ങളിപ്പോൾ ഇതിനകത്ത് വന്നാൽ ഇതിപ്പോൾ വാരി വലിച്ചായിരിക്കും ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പൊ നോക്കിയാൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് ഡ്രോയിങ്സ് കൊടുത്തിരിക്കുന്നത്. ബട്ട് നമ്മൾ ഇതിനകത്ത് വരെ നമ്മൾ അതിന് എന്ത് ചെയ്തു, ഒരു സിംഗിൾ ഷീറ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് നോക്കി ഇത് വലിയ ഹ്യൂജ് ഡ്രോയിങ്സ് ആണ്. ബട്ട് ഇതിനകത്ത് നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിന്റെ സൈസസ് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നമ്മൾ ഇത് എന്തിനു വേണ്ടി കാണിച്ചിരിക്കുന്നതാണ്, ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന ഈ ഡ്രോയിങ്സ് എല്ലാം ജസ്റ്റ് ഫോർ എന്താ പറയുന്ന റെഫറൻസ് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം കളർ കോഡിനകത്ത് റെഫറൻസ് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനകത്തുള്ള ഡ്രോയിങ്സ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഡ്രോയിങ്സ് കളർ പ്രിന്റ് എടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രോയിങ്സ് നോക്കുമ്പോൾ ഇന്ന ഏരിയ ആണ്. ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. സർവീസസിന്റെ കളർ നോക്കും. നോർമലി ഞാനൊന്നും എന്ത് ചെയ്യാറില്ല, ഇങ്ങനെ സിമിലർ ആയിട്ട് വരുന്ന 2 കളർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതേപോലെ ഡിഫറെന്റ് ഇതിൽ വരുന്ന കളറുകളാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പൊ കണ്ടോ, നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചെറിയ ഏരിയ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. സോ ഈ ഡ്രോയിങ്സ് നോക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. സർക്കുലേഷൻ ഏരിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കളർ ചെയ്തിട്ടുണ്ട്. സോ ഇത് 3ഉം സർക്കുലേഷൻ ഏരിയ ആണ്. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, മറ്റതൊന്നും വായിക്കേണ്ടി വരത്തില്ല. അവർ കളർ പ്രിന്റ് എടുത്ത് ചുമർ ഒട്ടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, അവർ ഐഡന്റിഫൈ ചെയ്യും. ഇന്ന കളറുള്ളത് സർക്കുലേഷൻ ഏരിയ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അതാ ഞാൻ പറഞ്ഞു, നമ്മൾ നാട്ടിൽ ചെയ്യുന്നത് പോലെ അല്ല, നമ്മൾ അബ്രോഡ് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊരു ചെറിയൊരു സാമ്പിൾ ഡ്രോയിങ്സ് ആണ്. സോ നെക്സ്റ്റ് ഒരെണ്ണം കിടപ്പുണ്ട്, അതുകൂടെ ഒന്ന് നോക്കട്ടെ. അത് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ അന്ന് പക്ഷേ എൻ്റെ അതിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു ഇതിൻ്റെ. ഓക്കെ, ഇത് ആക്ച്വലി പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻ ഡ്രോയിങ്സ് ആണ്. കേട്ടില്ല, എന്തെന്നാണ്? ഡിസൈൻ ഡ്രോയിങ്സ് ആണ്. ഇത് ഡിസൈൻ ഡ്രോയിങ്സ് ആണ്. ഞാനിപ്പോ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഡിസൈനറിന് എന്ത് കാണിക്കണം, നമ്മൾ ഏരിയ കാണിക്കണം. നമ്മളല്ലേ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന. ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ തന്നെ അവർക്ക് എന്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ അതിനകത്ത് കാണിച്ച സർക്കുലേഷൻ ഏരിയയുടെ ഏരിയസ് ഇത്രയാണ്, മനസ്സിലായില്ലേ? മറ്റേ സർവീസസ് ഏരിയയുടെ ഏരിയസ് ഇത്രയാണ്. സോ ഇതൊക്കെ നമ്മളാണ് ചെയ്ത് കൊടുക്കേണ്ടത്, ഡിസൈൻ ചെയ്യുന്ന ആളാണ് ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഏരിയ വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, ഈ എസ്റ്റിമേഷൻ ടീം വർക്ക് ചെയ്യുന്നത്. എസ്റ്റിമേഷൻ ടീമിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിത്തൗട്ട് ഡ്രോയിങ്സ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ശരിയല്ലേ? സോ അവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മൾ ഡ്രോയിങ്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഡ്രോയിങ്സിനെ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഏതൊക്കെ ഓബ്ജക്ട്സുകളാണ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? സാധാരണ ഈ ബേസിക് ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നമ്മളിപ്പോ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഷോറൂമിന്റെ ആണ്. ഓക്കെ, ഇതും ഷോറൂംസിന്റെ ആണ്. ഇത് വന്നിട്ട് ഓഫീസസ് മെയിലിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസസ് ഏരിയ ആണ്. കേട്ടോ, ഓഫീസസിന് വേണ്ടിയിട്ടുള്ളതാണ്. നോക്കിയൊക്കെ, ഓഫീസിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിപ്പോ കോളമാണ്. അതേപോലെ ഇത് വന്നിട്ട് നമുക്ക് സോൾഡ് ആയിട്ടുള്ള കോളംസ് ആണ്. ഇവിടെ അവരെന്ത് പാർട്ടീഷൻ, ഗ്ലാസ് പാർട്ടീഷൻസ് യൂസ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള പാർട്ടീഷൻസ് യൂസ് ചെയ്യാം. ഇതിപ്പോ വന്നിട്ട് അവരെന്ത് ചെയ്യും, FHC ചെയ്യും. അതായത് ഫയർ എക്സ്റ്റൻഷന്റെ ഹോസും അങ്ങനെ വരുന്ന ക്യാബിൻസ് ചെയ്യും. ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്യാബിൻ ഡീറ്റെയിൽ എന്തെങ്കിലും അവർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയാസ് കാണാം. കണ്ടോ, 3 ഷോറൂം ഉണ്ട്, ഷോറൂമിന്റെ ഏരിയ. ഓക്കെ, ഷോറൂമിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഏരിയ, അതിന്റെ റൂളും കാണിച്ചിട്ടുണ്ട്. കേട്ടോ, നമ്മൾ 70 സ്ക്വയർ മീറ്റർ ഏരിയ ഉള്ള ഒരു റൂമിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മിനിമം ഒരു പാർക്കിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് അവിടുത്തെ റൂള്. പെർ 70 സ്ക്വയർ മീറ്റർ.
സോ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണ്, ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് ടോട്ടൽ ഇതെടുക്കുകയാണ്. എനിക്ക് എത്ര ഉണ്ട്? ഇപ്പൊ ഈ ഒരു ഷോറൂമിന് 810 സ്ക്വയർ മീറ്റർ വരുന്നുണ്ട്. എത്ര എണ്ണം കൊടുക്കണം? 12 എണ്ണം പ്രൊവൈഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത കാൽക്കുലേറ്റർ എടുക്കുകയാണ്, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു 810 അല്ലേ, ഡിവൈഡഡ് ബൈ 70. കണ്ടോ നമുക്ക് എത്ര വരുന്നുണ്ട്? 11.5 പാർക്കിംഗ്, അതായത് ടോട്ടൽ 12 പാർക്കിംഗ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു 2139 സ്ക്വയർ മീറ്റർ ആണ് എൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്നത്. സോ അതിന് ഞാൻ എത്ര പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യണം? 30 പാർക്കിംഗ്, 30.5. സോ നമ്മൾ എന്ത് ചെയ്യും? 31 പാർക്കിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. സോ ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തു. സോ ഇതിന് ആവശ്യമായിട്ടുള്ള പാർക്കിംഗ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ, എവിടെ നമ്മുടെ ബിൽഡിങ്സിന്റെ അകത്ത്, അതായത് നമ്മുടെ പ്ലോട്ട് ഏരിയക്ക് അകത്ത് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ പ്രോജക്റ്റ് ആരെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ? അവിടെ ഉള്ള അതോറിറ്റീസ്, നമ്മൾ ഏത് അതോറിറ്റീസിന്റെ കീഴിലാണോ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ അതോറിറ്റീസ് നിയമപരമായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? ഇത് ആക്ച്വലി ഗൾഫിലുള്ള റൂൾസുകളാണ്. ഇത് ആക്ച്വലി നിങ്ങളിപ്പോ ഫ്രഷേഴ്സ് ആണ്, നിങ്ങൾ ഇനി പോയിട്ട് ആക്ച്വലി ഇതെല്ലാം ഒന്ന് അവിടെ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾ ബേസിക് ഒരു ഐഡിയോടെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഇതൊക്കെ നമ്മളേക്കും കോമൺ ആയിട്ടുള്ള റൂൾസ് ആണ്. അവിടെ ദുബായ് ഓൾമോസ്റ്റ് മിക്കയിടത്തും ഈ ഒരു റൂൾസ് ആണ്. അതേപോലെ നമ്മുടെ പ്ലോട്ട് ഏരിയയുടെ ദാറ്റ് മീൻസ് അല്ല നമ്മുടെ ബിൽഡപ്പ് ഏരിയയുടെതല്ല, പ്ലോട്ട് ഏരിയയുടെ 5% എന്തുണ്ടാവണം? ഗ്രീനറി ഉണ്ടാവണം. അത് അവിടുത്തെ റൂൾസ് ആണ്. പ്ലോട്ട് ഏരിയ നമുക്കിപ്പോൾ വരുന്ന ഗ്രീൻ പോർഷൻസ് വരണം, അതായത് മരങ്ങളും അതേപോലെ പുല്ലുകളും വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രീനറി ഏരിയ വരണം. ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ കൊടുക്കണം 5%. അത് കമ്പൾസറി ആണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചുടുകാടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ശംശാനാണ് ഉണ്ടാക്കണമെന്ന് വെച്ചോ, എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നതേ പറ്റുള്ളൂ? 5% പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ബിൽഡിങ്സ് എന്ത് ചെയ്യത്തുള്ളൂ? അപ്രൂവ് ചെയ്യത്തുള്ളൂ, ഒരു ബിൽഡിംഗ് പ്രോജക്ട്സ്. കാരണം ഇതെല്ലാം നമ്മൾ അവരുടെ വെബ്സൈറ്റിലാണ് എൻ്റർ ചെയ്യുന്നത്. സോ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഈ ഡാറ്റാസ് എൻ്റർ ചെയ്യുമ്പോൾ വെബ്സൈറ്റാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ അനലൈസ് ചെയ്ത് അവിടുത്തെ എഞ്ചിനീയറിന് കൊടുക്കുന്നത്. സോ പുള്ളിക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല? ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരത്തില്ല. പുള്ളി നോക്കും ഇത്ര ഏരിയ കൊടുത്തിട്ടുണ്ട്, ഓക്കെ ഇത്ര ഏരിയ എന്തിന് കൊടുത്തിട്ടുണ്ട്? ഗ്രീനറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം നോക്കിയിട്ട് അതെല്ലാം അവരുടെ ഒരു ഇതിനെ മീറ്റ് ചെയ്താൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഒരു പ്രോജക്റ്റ് നമുക്ക് അപ്രൂവ് ചെയ്ത് തരത്തുള്ളൂ. ഓക്കെ. സോ അതിനായിട്ടുള്ള പാർക്കിംഗ് ഏരിയയുടെ ഇതാണ് കാണിച്ചിരുന്നത് കണ്ടോ. ഈ ഇത്രയും പാർക്കിംഗ് ഏരിയ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? കൊടുത്തേ പറ്റും. അതും നമ്മുടെ ഈ ഒരു പാർക്കിംഗ് ഏരിയ അവർ കാണിച്ചിരിക്കുന്നത് ഷോറൂം പാർക്കിംഗ് ഏരിയ ആണ്. ഷോറൂം മീൻസ് അതിനകത്ത് എന്തില്ല വെച്ചാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന പാർക്കിംഗ് അല്ല. അത് ശ്രദ്ധിക്കണം. ഇത് ആക്ച്വലി നമുക്ക് ഷോറൂം പാർക്കിംഗ് ഏരിയ മാത്രമാണ്. 70 സ്ക്വയർ മീറ്ററിന് എന്ത് ചെയ്താൽ മതി? ഒരു പാർക്കിംഗ്. തിരിച്ച് നമ്മൾ ഓഫീസ് പാർക്കിങ്ങിന് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? 50 സ്ക്വയർ മീറ്റർ ആയിട്ട് മാറും. സോ വീണ്ടും എന്ത് കൂടും? നമ്പർ ഓഫ് പാർക്കിങ്സ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം. കണ്ടോ, നമ്മൾ എത്ര ഓഫീസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അത്രയും ഓഫീസ് ഏരിയക്ക് നമ്മൾ എന്ത് ചെയ്യണം? പെർ 50 സ്ക്വയർ മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യണം ടോട്ടൽ ഏരിയയുടെ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു പ്രോജക്ട്സ് നമുക്ക് അപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പാർക്കിംഗ് ഏരിയ കാൽക്കുലേഷൻ സമ്മറി തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് ഇത്ര നമ്പർ വേണം, അതേപോലെ മെസറിംഗ് ഫ്ലോറിനകത്ത് ഇത്ര വേണം, കാരണം അത് രണ്ടും ഷോറൂമാണ്. ഓക്കെ. ഇനി ലെവൽ 1 യൂസേജ് എന്താ വരുന്നത്? ഓഫീസാണ് വരുന്നത്. അതിനകത്ത് വരുമ്പോൾ എന്ത് കൂടി? പാർക്കിംഗ് ഏരിയ കൂടി. നോക്കിക്കേ, ഇത് 2 എണ്ണത്തിന്, ഇതിനകത്ത് ഇപ്പോൾ 2100 വന്നപ്പോൾ 31 പ്രൊവൈഡ് ചെയ്തത്. ഇതിനകത്ത് 2062 വന്നിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു? 41 പ്രൊവൈഡ് ചെയ്യണം. അതിനേക്കാളും 10 ഇത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു. 70 സ്ക്വയർ മീറ്റർ കുറവായിരുന്നിട്ട് കൂടി. ഓക്കെ. സോ ടോട്ടൽ റിക്വയർമെന്റ്സ് എത്രയാണ്? 97 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 98 പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ടോട്ടൽ പാർക്കിംഗ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരെണ്ണം. അത് നമുക്ക് ഓപ്ഷൻ ആണ്, വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാർക്കിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് തരുമ്പോൾ അതിനകത്ത് കുറച്ച് ഏരിയ എക്സ്ട്രാ ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഓഫീസൊന്നും കിട്ടാൻ പറ്റത്തില്ല, പാർക്കിംഗ് ഏരിയ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? 2 എണ്ണം അതിനകത്ത് എക്സ്ട്രാ ആഡ്. ആ ഒരു ഇതിൻ്റെ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ എക്സ്ട്രാ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റിന്റെ ഫുൾ ഡാറ്റ എൻ്റെ കയ്യിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആക്ച്വലി കുറച്ച് നിങ്ങൾ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാനും പറഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ ഹാർഡ് ഡിസ്കിനകത്ത് കുറച്ച് ഇതേപോലുള്ള ഫുൾ പ്രോജക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടാവും. സോ ആ ഡ്രോയിങ്സ് ഒക്കെ മൊത്തമായിട്ട് നിങ്ങൾ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം അവിടേക്ക് നമുക്ക് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു പ്രോജക്റ്റ് തന്നെ ഏകദേശം 10-50 ഓട്ടോക്യാഡ് ഡ്രോയിങ്സ് വരാറുണ്ട്. 10-50 ഡ്രോയിങ്സ് ചെറിയ പ്രോജക്റ്റുകൾക്ക്. വലിയ പ്രോജക്റ്റുകൾക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 10-100
ഡ്രോയിങ്സ് വരും. കാരണം ഈ ആർക്കിടെക്ചറിന് മാത്രം തന്നെ 10-30ഓളം ഡ്രോയിങ്സ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഒരിടത്ത് എത്തിയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. ഇതിന്റെ ഇനിയും ഇൻഡിവിജ്വൽ ഷോപ്പ് ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഷോപ്പ് ഡ്രോയിങ്സ് തന്നെ 10-30 ഡ്രോയിങ്സ് വരും. ടൈലിന്റെ ഷോപ്പ് ഡ്രോയിങ്സ് ഉണ്ടാവും, ബ്ലോക്ക് വർക്ക് ഷോപ്പ് ഡ്രോയിങ്സ് ഉണ്ടാവും, അതേപോലെ സീലിംഗ് ഷോപ്പ് ഡ്രോയിങ്സ് ഉണ്ടാവും, പിന്നെ ഇലക്ട്രിക്കൽ ഷോപ്പ് ഡ്രോയിങ്സ് ഉണ്ടാവും. അങ്ങനെ ഷോപ്പ് ഡ്രോയിങ്സ് തന്നെ ഒരുപാടുണ്ട്, ഒരു എണ്ണിയാൽ തീരാത്ത ഷോപ്പ് ഡ്രോയിങ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? സോ ഈ ഡാറ്റാസ് എല്ലാം ആരറിയണം? നിങ്ങളെപ്പോലെ ഒരു ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർ ചെയ്യണം, അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇന്നൊരു ഡ്രോയിങ്സ് നമുക്ക് വേണം എന്ന് തോന്നിയാൽ എവിടെ പോയി എടുക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ അത് ഓരോ കമ്പനികളുടെ ഓരോരോ മെത്തേഡുകളാണ് കേട്ടോ. ചില കമ്പനികൾ ഡിഫറെന്റ് വേയിലായിരിക്കാം സേവ് ചെയ്യുന്നത്, ചിലർ മറ്റു പല ഡിഫറൻസ് വേയിലായിരിക്കും ചെയ്യുക. അതാണ് നമ്മൾ പിന്നെ അത് ഇൻഡിവിജ്വൽ ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് ഒരു ഐഡിയ തരാൻ പറ്റും നിങ്ങൾക്ക്, ഇങ്ങനെയാണ് നോർമലി വരുന്നത് എന്നുള്ളൊരു ഐഡിയ തരാം, അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ വേറൊരു സാമ്പിളോടെ ഞാനൊന്ന് ഇത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം പ്രോപ്പർലി. നമ്മുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഡ്രോയിങ് സ്റ്റാറ്റസ് ഞാൻ എന്ത് ചെയ്യാം കാണിച്ചു തരാം, ഗൾഫിലുള്ള ഒരു മെത്തേഡിന്റെ. ഓക്കെ, ക്ലിയർ അല്ലേ? കേട്ടില്ല? അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് അത് ആക്ച്വലി നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് എന്ന രീതിയിൽ ഒരു ഇതില്ല, ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിലായിരുന്നാലും നമുക്കിപ്പോ നോർമലി ഇപ്പൊ എന്റെ കയ്യിൽ കാശുണ്ടോ, എനിക്ക് എന്ത് ചെയ്യാം, 10x10 മീറ്ററിന്റെ റൂം എടുക്കാം, വല്ല പ്രശ്നമുണ്ടോ? ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ ഈ ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ, അവരുടെയൊക്കെ ബെഡ്റൂം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ ഇവിടെ ഒരു വീടിന്റെ ഫുൾ ലെങ്തിലായിരിക്കും അവർ ഒരു ബെഡ്റൂം എടുത്ത് വെച്ചിരിക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു കോർണറിൽ എന്ത് ചെയ്യും, കട്ട്ലിട്ടിട്ടുണ്ടാവും, സോഫ ഉണ്ടാവും, ടി വി ഉണ്ടാവും, പിന്നെ ഫുഡ് കഴിക്കാൻ ഉണ്ടാവും, വർക്ക് ഏരിയ ഉണ്ടാവും, എല്ലാം ഒരു ബെഡ്റൂമിനകത്ത് തന്നെ കാണാം, ഇല്ലേ? ബട്ട് നമ്മുടെ നാട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും എന്താ പറയുന്ന ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ബെഡ്റൂം സെറ്റപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, 3.6 into 3.9 3.3 ഈവൻ 3.3 യൂസ് ചെയ്യുന്നവരുണ്ടാവും. 3.3 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു ഡബിൾ കട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിന്ന് തിരിയാൻ പറ്റത്തില്ല. ബട്ട് അവരുടെ സാമ്പത്തികം അവരെ എന്ത് ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ, ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. ഓക്കെ, മെയിൻ ആയിട്ടുള്ളത് അതാണ് എന്ത് ചെയ്യുന്ന ബേസ് ആയിട്ട് വരുന്നത്, എല്ലാം കാശിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഏരിയ അവൈലബിൾ ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസ് ഏരിയ ഡിസൈൻ ചെയ്യുകയാണ്. സോ അവിടെ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്ന ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പറയാണ്, എൻ്റെ ഓഫീസിന് എനിക്ക് എന്ത് ചെയ്യണം, ക്ലയൻസുകൾ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ടേബിളിൽ ചേർന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഇതുണ്ടാവണം. ചിലർ പറയും അവരുടെ ഓഫീസിനകത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ടേബിൾ ഇടണമെന്ന് പറയും, റൗണ്ട് ടേബിൾ, ഡിസ്കഷൻ ടേബിൾ. അവർക്ക് ഇതിനകത്ത് TV വെക്കേണ്ട സ്പേസ് വേണമെന്ന് പറയും. പിന്നെ ക്ലയൻസിനോ അല്ലെങ്കിൽ ഇതേപോലെ കോൺട്രാക്ടർ, അങ്ങനെ സബ് കോൺട്രാക്ടർ, അങ്ങനെയുള്ള വിസിറ്റേഴ്സ് വരുമ്പോൾ അവരുടെ ഓഫീസിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തിടാൻ പറയും, സോഫ ഇടണമെന്ന് പറയും. സോ അതിനുള്ള ഏരിയ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഏരിയക്കകത്ത് ഇത് ചെയ്യേണ്ടി വരും. സോ അതാണ് നമുക്ക് അതിനങ്ങനെ പ്രോപ്പറായിട്ട് ഇന്നൊരു സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് ആക്ച്വലി നമ്മുടെ മെയിൻ ആയിട്ടാണ്. ഇതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് റിക്വയർമെന്റ്സ് ആണ്. അപ്പൊ ആരാണോ നമ്മളടുത്ത് ഡിസൈൻ ചെയ്യാൻ തരുന്നത് അവരുടെ മിനിമം റിക്വയർമെന്റ്സ് ആണ്. മിനിമം എന്ത് ചെയ്യണം, ഇത്ര ഇതിനകത്ത് നിൽക്കണം എന്നുള്ള ആ ഒരു റിക്വയർമെന്റ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏരിയ ഡിസൈൻ ചെയ്യുന്നത്. അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് പ്രോപ്പറായിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ആ കൂടെയുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും ഗൾഫിലും എവിടെ പോയിരുന്നാലും 210 എന്ത് നിൽക്കാൻ പാടുള്ളൂ, ഡോർ നിൽക്കാൻ പാടുള്ളൂ. അതാണ് നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്. മനസ്സിലായില്ലേ? നമ്മുടെ ഡോർ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിലായിരിക്കണം, 210 കാരണം 210 മേളിൽ എല്ലാവരും എന്ത് ചെയ്യും, ലിൻഡിൽ ചെയ്യും. നമ്മുടെ നാട്ടിലും ചെയ്യും, പുറത്ത് പോയിരുന്നാൽ അവർ 210 മേളിലാണ് എന്ത് ചെയ്യുന്നത്, ലിൻഡിൽ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വല്ല അഡീഷണൽ ഡിസൈൻ വർക്ക്, അതായത് ആർച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഈവൻ നമ്മുടെ ഗ്ലാസ് പാർട്ടീഷൻസ് പോലും നമ്മൾ എന്താ ചെയ്യുന്നത്, 210 ഡോർസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് ഇപ്പോൾ 230 വരെ അല്ലെങ്കിൽ 240 വരെ ആയിരിക്കാം ചിലപ്പോൾ അവിടുത്തെ സീലിംഗ് ഹൈറ്റ്. അങ്ങനെയുള്ള ഇതാകുമ്പോഴേക്കും നമ്മൾ ഇനിയിപ്പോൾ ഒരു 30 സെന്റിമീറ്ററിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കട്ട് ചെയ്ത് മേളിലിടണം എന്നുള്ളൊരു ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഫുൾ ഹൈറ്റിൽ ഡോർ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ബട്ട് സാധാരണ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് 210 ഈവൻ ഗ്ലാസ് ഡോറുകളായിരുന്നാൽ പോലും 210 തന്നെ അവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അല്ല നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഏരിയ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഇതായിട്ടൊരു സജഷൻ പറയാൻ പറ്റത്തില്ല.
ഓക്കെ, രജീഷിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ല രജീഷ് ആക്ച്വലി ഇപ്പൊ IT ഇതാണ് ഓക്കെയാണ്. ബട്ട് എന്നിരുന്നാലും ഒരു നല്ലൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ചാടാലോ. കേട്ടില്ല? തീർച്ചയായും. ഈവൻ നമ്മുടെ നാട്ടിലായിരുന്നാലും ഹൈ പ്രൊഫൈൽഡ് കമ്പനിയിൽ കയറിയ ഇതൊക്കെ യൂസ്ഡ് ആണ്. പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല രോഹിത്, അതിന്റെ അല്ല. നമുക്കിപ്പോ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ പറയാം, നമുക്ക് എന്തൊരു കാര്യത്തിൽ നമുക്ക് എന്തുണ്ടാവണം, ബെറ്റർ ഒബ്സർവേഷൻ ഉണ്ടാവണം. എന്തൊരു കാര്യത്തിനായിരുന്നാലും അതിപ്പോ ഡിസൈൻ എന്ന് മാത്രമല്ല. ഈവൻ ഇപ്പൊ രോഹിത് ഒരു കല്യാണം കഴിക്കാൻ പോകണമെന്ന് വെച്ചോ, പ്രോപ്പറായിട്ട് ഒരു പെൺകുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയെന്നാൽ മാത്രമേ രോഹിത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ലൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നോർമലി ഉള്ള മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് ബെറ്റർ ഒബ്സർവേഷൻ. സോ നമ്മളിപ്പോ ഒരു പ്ലാന്റ് ഡിസൈൻ ചെയ്തിരുന്നാലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയുന്ന ഒരു എലിവേഷൻ ഡിസൈൻ ചെയ്തിരുന്നാലും നമുക്കിപ്പോ ഒരു ബെറ്റർ ഒബ്സർവേഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ അല്ല, എന്നാണെന്നാലും നമുക്ക് ഇഷ്ടംപോലെ റെഫറൻസ് ഏതിനകത്ത് കിട്ടും, നമുക്ക് ഇന്റർനെറ്റിനകത്ത് കിട്ടും അല്ലേ, ആവശ്യത്തിലധികം കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് ഒബ്സർവ് ചെയ്തെടുക്കുക. ഏതൊക്കെ രീതി നമ്മുടെ നാട്ടിനകത്ത് അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്ന പ്ലാന് അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്ന എലിവേഷന് ഈ ഒരു ഡ്രോയിങ്സിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പാർട്ട് സൂട്ട് ആകുന്നുണ്ടോ, ആ രീതിയിലൊന്ന് ഒബ്സർവേഷൻ പ്രോപ്പറായിട്ട്. ഞാനതാ പറയാം, ഞാനിപ്പോൾ സിവിൽ പഠിച്ചിറങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബി, അന്നൊക്കെ അറിയില്ല, അന്ന് നമുക്ക് ഈ ബൈക്കൊന്നും അധികമൊന്നും ഇറങ്ങിയിട്ടില്ലാത്ത ഒരു സമയമാണ്. 2006 2004 നമ്മുടെ കയ്യിൽ ലൈസൻസും ഇല്ല. ഞാൻ തന്നെ ബൈക്കൊക്കെ സ്വന്തമായിട്ട് എടുക്കുന്നത് തന്നെ 2013 അതായത് ഒരു പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബൈക്ക് എടുക്കുന്നത്. സോ ആ ഒരു സമയത്ത് ആ 2004 2006 ആ കാലഘട്ടത്തിൽ ഞാൻ സിവിലിന്റെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ നോർമലി KSRTC ബസ്സിലാണ് വരുന്നത്. സോ അപ്പോഴുള്ള എൻ്റെ മെയിൻ പരിപാടി നമ്മൾ ഈ ബസ്സിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, വഴിയുള്ള നമ്മൾ പോകുന്ന വഴിയുള്ള വീടുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. വഴിയെ പോകുമ്പോൾ നമ്മൾ ഏത് വഴിയെ പോയിരുന്നാലും അവിടെ എല്ലായിടത്തും എന്തുണ്ടാവും, പലതരം വീടുകൾ. ഇപ്പോൾ അത് ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിക്കോട്ടെ ഏറ്റവും ഹൈ ബഡ്ജറ്റ് ആയിക്കോട്ടെ, എല്ലാ വസ്തുക്കളിൽ നിന്നും നമുക്ക് എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുണ്ടാവും. അതിപ്പോ നോർമലി നമ്മളിപ്പോ പഠിക്കുന്ന ഇതിലായിരുന്നാൽ പോലും, ഇപ്പൊ ഈവൻ ഇപ്പൊ ലജീഷോ രോഹിതോ ആരായിരുന്നാലും നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതിൽ പോലും പല കാര്യങ്ങളും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, എനിക്ക് ഇങ്ങോട്ട് എടുക്കേണ്ടി വരും റെഫറൻസ് ആയിട്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? സോ അത് കാരണം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, സ്പെഷ്യലി ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പോലെ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് എന്തുണ്ടാക്കുന്നത്, പലതും ഉണ്ടാക്കുന്നത് അല്ലേ. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്കിപ്പോൾ ഒരു ഡ്രോയിങ്സ് വരയ്ക്കണം. ഇപ്പോൾ ഒരാളൊന്ന് പറയണത് അവർക്ക് എന്ത് വേണം, 3 ബെഡ്റൂം വേണം, 2 ബെഡ്റൂം അറ്റാച്ച്ഡ് വേണം, ഒരു ടോയ്ലറ്റ് വേണം, കിച്ചൺ വേണം, ഹാള് വേണം, വർക്ക് ഏരിയ വേണം. ജസ്റ്റ് ഇമാജിനേഷൻ ആണ് അവർ പറയുന്നത് ഇല്ലേ, അല്ലാതെ അവർ ഫിസിക്കലി ഒന്നും വരച്ച് കാണിച്ചിട്ടല്ല നമുക്ക് തരുന്നത്. ജസ്റ്റ് അവരുടെ മനസ്സിനകത്തുള്ള ഒരു ഇമാജിനേഷൻ ആണ് നമ്മളടുത്ത് പറയുന്നത്. എന്നിട്ട് അവർ നമുക്ക് എന്താ തരുന്നത്, ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ ഉള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ, അതായത് പ്ലോട്ടിന്റെ ഒരു ഔട്ടർ ലൈൻ, ഇത്ര മാത്രമാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. ഈ ഒരു പ്ലോട്ട് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നുമല്ലാത്ത ഈ ഒരു 4 ലൈൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് എലിവേഷനും സെക്ഷനും പ്ലാനും അതിൻ്റെതായിട്ടുള്ള ഏരിയ ഡീറ്റെയിൽസും എല്ലാം A to Z എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്തു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നും ഇല്ലായ്മയിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു ആൾക്കാരാണ് എന്നുള്ളത് ഈ എഞ്ചിനീയറിംഗ് ഡിവിഷനിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ലജീഷിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഇതിനകത്ത് ക്ലാസ്സിനകത്ത്. ഞാൻ ആക്ച്വലി നമ്മുടെ ദുബൈയിൽ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയം അവിടുത്തെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, ആക്ച്വലി ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സ്റ്റാർട്ടിങ് പുള്ളിയായിട്ട് അടിവെച്ചിട്ടാണ് തുടങ്ങിയത്. സ്റ്റാർട്ടിങ് ആദ്യത്തെ ഇംപ്രഷനിൽ തന്നെ അടിയായിരുന്നു. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പുള്ളിയാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത്. എന്നിട്ട് പോലും ഫസ്റ്റ് അടിയിൽ നിന്നാണ് തുടങ്ങിയത്. അവസാനം നമുക്ക് കമ്പനി എന്ത് ചെയ്ത് സെപ്പറേറ്റ് ഒരു ഓഫീസൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവരുടെ കീഴിൽ അങ്ങോട്ടായി. സോ പുള്ളി ഒരു പ്രോജക്റ്റ് പിടിച്ചിട്ട് വന്നു. എന്ത് ചെയ്യണം, എസ്റ്റിമേഷൻ ചെയ്യണം. 2 ദിവസമേ ഉള്ളൂ. 2 ദിവസത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇനീഷ്യൽ ഡ്രോയിങ്സ് സബ്മിറ്റ് ചെയ്യണം. പക്ഷെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല കയ്യിൽ. സാധാരണ ഇപ്പൊ 3D ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത്, ഞാൻ മെയിൻ 3D ഡിസൈനറാണ്.
സോ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് 3D ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവണം, എലിവേഷൻ ഉണ്ടാവണം, സെക്ഷൻ ഉണ്ടാവണം, പ്ലാൻ ഉണ്ടാവണം. ഇത് മൂന്നുമില്ല. എൻ്റെ അടുത്ത് പുള്ളി വന്നിട്ട് പറയണം, അലീം നമുക്ക് ഇതിനെ 3D ചെയ്യണം, 3D ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലയന്റിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു സാർ 3D ചെയ്യാം, ബട്ട് എനിക്ക് എലിവേഷൻ അറ്റ്ലീസ്റ്റ് എനിക്ക് മിനിമം പ്ലാനെങ്കിലും കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 3D ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളി പറയണം, ഹലീം വേറെ ഒരു വഴിയില്ല, ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തില്ല, ഒന്നുമില്ല, ഹലീം എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്തു, അവിടെ ഇരുന്നു ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് ജസ്റ്റ് അങ്ങേരെ കൂടെ ഞാൻ ഒരു അരമണിക്കൂർ ഇരുന്നു. പുള്ളിയിട്ട് ഞാൻ ഡീറ്റെയിൽ ചോദിച്ചു, എന്ത് കമ്പനിയാണ്, അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർക്ക് അതിനകത്ത് ചെയ്യാൻ പോകുന്നത്, അതിന്റെ പാർട്ടീഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം അവർ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ എഴുതിയെടുത്തു. അത് വെച്ചിട്ട് 2 മണിക്കൂറിനകത്ത് എന്ത് ചെയ്തു, അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഒന്ന് തയ്യാറാക്കി. പുള്ളി എടുത്തോണ്ട് കാണിച്ചു. പുള്ളി പറഞ്ഞു ഓക്കെ, പ്ലാൻ ഓക്കെയാണ്. വന്നിരുന്നു, തന്നെ അവിടെ ഇരുന്ന് ഒരു ബേസിക് ആയിട്ട് ഒരു 3D എല്ലാം ക്രിയേറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം എന്ത് ചെയ്ത് പുള്ളിയുടെ ഞാൻ പ്രസന്റേഷൻ കൊടുക്കാണ് 3D. പുള്ളി ഇംപ്രസ്ഡ് ആയി, പുള്ളിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. സോ ഓക്കെ, ഞാൻ അത് വിട്ടു. നമ്മൾ വീണ്ടും നോർമൽ വർക്കിലോട്ട് വന്നു. പുള്ളി അതും കൊണ്ട് എന്ത് ചെയ്തു, ക്ലയന്റിന്റെ അടുത്ത് പോയി എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞെല്ലാം വന്നപ്പോഴേക്കും പുള്ളി ചിരിച്ചുകൊണ്ട് കയറി വരികയാണ് ഓഫീസിലോട്ട്. ചിരിച്ചുകൊണ്ട് കയറുന്നു. പുള്ളിയുടെ ക്യാബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്നെ ഇരുത്തിയിരുന്നത്. അത് മനപ്പുറം ഈ ഉടക്ക് കാരണം എന്നെ ഇരുത്തിയിരുന്നതാണ്. എന്നെ എപ്പോഴും പുള്ളിക്ക് എന്തെങ്കിലും വാച്ച് ചെയ്യണം. സോ അതാണ് പുള്ളി നേരെ ഓപ്പോസിറ്റ് ആണ് ഇരുന്നത്. സോ നേരെ ഓപ്പോസിറ്റ് പുള്ളിയുടെ ഗ്ലാസ് ഇട്ട ഡോറാണ്. നേരെ പുള്ളി അവിടെ നിന്ന് നോക്കിയാൽ നേരെ എന്നെ കാണും. സോ പുള്ളി എന്നെ വിളിച്ചു. ഞാൻ അകത്ത് കയറിയപ്പോഴും പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. വന്ന ഉടനെ കൺഗ്രാറ്റുലേഷൻ പറഞ്ഞിട്ട് എനിക്ക് കൈയെല്ലാം പിടിച്ച് തന്നു. ഞാൻ ചോദിച്ചു എന്താ സാറിന് ചോദിച്ചു. സോ നമ്മളെന്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. പുള്ളിക്ക് വേറെ ഒന്നും വേണ്ട, ഹലീം കൊടുത്ത 3D മാത്രം മതി. പക്ഷെ ഞാൻ കൊടുത്ത 3D പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി പറയണ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, എസ്റ്റിമേഷൻ ചെയ്തതെന്നും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മളിനി എസ്റ്റിമേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രോജക്റ്റ് നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ അത് നോർമലി അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. കാരണം നമ്മുടെ കമ്പനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് കിട്ടണം, പ്രോജക്ട്സുകൾ കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഓക്കെ, ഭയങ്കര സന്തോഷമാണ്. ബട്ട് അതോടൊപ്പം അങ്ങേര് പറഞ്ഞു ഹലീമിനൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പുള്ളി പോക്കറ്റിൽ നിന്ന് ഒരു പേൻ എടുത്ത് എനിക്ക് തന്നു. എന്നിട്ട് പറയാണ്, ക്ലയന്റിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് തന്നു വിട്ടു, ഇത് എന്ത് ചെയ്യണം, ഈ 3D ഡിസൈൻ ചെയ്ത് ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നു വിട്ടു. സോ അത് ആക്ച്വലി അറിയാലോ, നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന എഫർട്ടിന്, നമ്മൾ എടുക്കുന്ന എഫർട്ടിന് നമുക്കൊരു എന്താ പറയുന്ന ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ അത് നമുക്ക് അവാർഡ് കിട്ടിയതുപോലെയാണ്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, അതുവരെ ആ ഒരു സ്റ്റേജ് വരെ എനിക്ക് അങ്ങനെ ഒരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ കമ്പനിയല്ല എനിക്ക് അപ്രിസിയേഷൻ തന്നത്, പകരം ക്ലയന്റാണ് തന്നത്. അത് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ എഫക്റ്റ് മേളിലാണ്. കാരണം ക്ലയന്റ് അപ്രിസിയേഷൻ ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമുക്ക് കമ്പനിക്ക് കുറച്ചുകൂടെ ഇംപ്രസ് ആവും. ഓക്കെ, സോ പുള്ളി എന്ത് ചെയ്തു, ആ പേനെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പുള്ളി എന്നെയും വിളിച്ചിട്ട് അടുത്ത ഓഫീസിൽ പോയി. തൊട്ടടുത്ത ഡോറിലാണ് ഞങ്ങൾക്ക് എന്തിരിക്കുന്നത്, ഞങ്ങളുടെ മെയിൻ ഓഫീസ് ഇരിക്കുന്നത്. അവിടെ പോയി എല്ലാവർക്കും വിളിച്ച് പറയാനുള്ളത്, ഹലീം ഇതേപോലെ 3D ചെയ്ത് തന്നു, കൊണ്ടേ കൊടുത്ത ക്ലയന്റിന് ഇഷ്ടപ്പെട്ടു, അവരത് തന്നൊന്നും പറഞ്ഞിട്ട് പറയണ്ട, എല്ലാവരും പറഞ്ഞു. ഇപ്പൊ ഞാൻ ചമ്മിയതുപോലെ ആയിപ്പോയി. കാരണം നോർമലി ഞാൻ എന്ത് ചെയ്യാറില്ല, ഇങ്ങനെയുള്ള ഇതിലൊന്നും ഞാൻ അങ്ങനെ ആരെയും മുന്നിൽ പോയി നിൽക്കാറില്ല. സോ പുള്ളി എന്നെയും കൊണ്ട് പിടിച്ച് നിർത്തിയിട്ട് എല്ലാവർക്കും പറയണം. ഞാൻ ഓക്കെ അവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു. ഞാൻ അവസാനം അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്ത് പുതിയ കമ്പനിയിലോട്ട് മാറി. പുതിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 വർഷത്തെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്ത്, ഈ പുള്ളി ഇവിടെ നിന്ന് മാറി പുതിയ കമ്പനിയിലോട്ട് വന്നു. സോ അവിടെ വന്നിട്ട് പുള്ളി ഫസ്റ്റ് ഡേ എന്നെ വിളിച്ചു. ഫസ്റ്റ് ഡേ എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, എനിക്ക് അന്ന് ആക്ച്വലി ആ കമ്പനി എനിക്ക് ഇന്ന് പ്രൊമോഷൻ തന്നിട്ടുണ്ട്. പ്രൊമോഷൻ അല്ല, എനിക്ക് ഇൻക്രിമെന്റ് തന്നിട്ടുണ്ടാവും, സാലറി ഇൻക്രിമെന്റ്. സോ അതെല്ലാം പുള്ളിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, വിളിച്ചു തരുന്നത്. സോ ഭയങ്കര കാര്യമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇരുന്ന സീറ്റിൽ വന്നിട്ട് അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം വിളിച്ചിട്ട് പറയാണ്, ഞാൻ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന സമയം ഹലീം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹലീം ഇതേപോലെ ഇത് ചെയ്തിട്ട് ക്ലയന്റ് ഇതേപോലെ കൊടുത്തു, ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ന് ഒരേ ചിരിയാണ്. സോ ഇതൊക്കെ പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു, ചില കമ്പനികളിലൊക്കെ ഇതേപോലെയാണ്. നമ്മളൊക്കെ പോയിട്ട് നമ്മൾ ഇടുന്ന എഫർട്ടിന് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. ചില കമ്പനികളെന്ന് പറയുമ്പോഴേക്കും എന്തായിരിക്കും, നമ്മൾ എത്ര ഇത് ചെയ്തിരുന്നാലും അത് എത്രയേ ഉള്ളൂ. സോ അങ്ങനെയുള്ള കമ്പനികളിലൊന്നും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്, അധികം ആത്മാർത്ഥത കാണിക്കാൻ നിൽക്കരുത്. അത് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ഗുണത്തേക്കാളേറെ പണിയേ തരത്തുള്ളൂ. ഓക്കെ, സോ അത് കാരണം നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളെപ്പോഴും അത് നമ്മുടെ വർക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മളിപ്പോൾ ഹൈ പ്രൊഫൈൽഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ വീടുകളൊന്നും ഇത് ചെയ്തിട്ട് കാര്യമില്ല. പറഞ്ഞ മനസ്സിലല്ലേ, വീടുകളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കാര്യമില്ല. അത്യാവശ്യം ഹൈ റൈസ്ഡ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒബ്സർവ് ചെയ്യാം. അതിനകത്തുനിന്നുള്ള ഡാറ്റാസ് എടുക്കുക. നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഡിസൈനിനകത്ത് നമുക്ക് ഏത് രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിങ്സ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ക്ലയന്റിനെ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാവോ,
ഡ്രോയിങ്സ് ചെയ്യാവൂ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട ക്ലയന്റിനാണ് ചെയ്യുന്നത്. ആ പാവപ്പെട്ട ക്ലയന്റിന് നമ്മൾ ലക്ഷറി ടൈപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ ഇപ്പം നമ്മൾ എന്തായിരിക്കണം, എക്കണോമിക്കലായിരിക്കണം. മനസ്സിലായില്ലേ? എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയുന്ന എക്സ്പെൻസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അത്രത്തോളം നമ്മൾ കുറച്ച് ചെയ്യാം. ഏരിയാസ് എന്ത് ചെയ്യാതിരിക്കുക, നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഏരിയാസ് വേസ്റ്റ് ചെയ്തിരിക്കുക, വേസ്റ്റേജ് ഉണ്ടാവാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഡ്രോയിങ്സിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഡ്രോയിങ്സ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത്ര ഏരിയ മാത്രമേ നമുക്ക് വേസ്റ്റേജ് ആയിട്ട് വരുന്നുള്ളൂ. വേസ്റ്റേജ് മീൻസ് ചിലപ്പോൾ ഇപ്പൊ തൊട്ടടുത്തൂടെയാണ് നമ്മുടെ ബൗണ്ടറി വാൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അധികം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ല? ഒരു വേസ്റ്റേജ് ആണ്. ബട്ട് ഈ ഇതിനകത്ത് വന്ന് നോക്കിയാൽ ഇവിടെ ഒരുപാട് ഏരിയ, വീണ്ടും കൂടുതൽ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റേജുകൾ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള വേസ്റ്റേജുകളൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം കാശുള്ള ഒരാൾക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് നോക്കരുത്, ഈ ഒരു വേസ്റ്റേജ് നോക്കരുത്. അവിടെ നമ്മൾ നോക്കേണ്ടത് വീടിനകത്തുള്ള ലക്ഷറീസ് ആണ്. കുറച്ചുകൂടെ സ്പേസി ആയിരിക്കണം. കിച്ചൺ ആയിരുന്നാലും, ഹാളായിരുന്നാലും, ബെഡ്റൂംസ് ആയിരുന്നാലും, അതേപോലെ ടോയ്ലറ്റ്സ് ആയിരുന്നാലും കുറച്ചുകൂടെ സ്പേസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ മടിക്കരുത്, മോഡിഫൈ ചെയ്യും. നമ്മുടെ എലിവേഷൻ നല്ല ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മടിക്കരുത്, ഇഷ്ടമുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ നമ്മൾ മടിക്കാൻ പാടില്ല. ഏത് രീതിയിൽ വേണം, ഇപ്പൊ പർഗോളാസ് അതുപോലുള്ള പല പല ടൈപ്പുകൾ വരുന്നുണ്ട്. നമ്മുടെ കണ്ടംപററി സ്റ്റൈലിൽ തന്നെ പല പല ടൈപ്പ് ഡിസൈൻസുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഡിസൈൻസുകളൊക്കെ അപ്ലൈ ചെയ്യാൻ മടിക്കാതിരിക്കുക, ലാവിഷായിട്ട്. കാരണം അവർക്ക് കാശ് വിഷയമല്ലായിരിക്കാം. അവർക്ക് എന്ത് വേണം, നല്ല ടൈപ്പ്, നല്ല ഡിസൈനുള്ള, നല്ല മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്സ് വേണം. സോ ആ രീതിയിൽ ചെയ്യാം. സോ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ക്ലയൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ക്ലയൻസ് ഏത് ടൈപ്പാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഇതനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഏറ്റവും മെയിൻ ഒബ്സർവ് ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ള വീടുകൾ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫീച്ചറുകൾ, ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും നല്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകൾ ആദ്യം എന്ത് ചെയ്യാൻ നോക്കുക, പ്ലാൻ വരയ്ക്കുക. സിമ്പിൾ. രോഹത്തിന്റെ വീടുണ്ടല്ലോ, രോഹത്തിന്റെ വീട് എന്ത് ചെയ്യുക, ഒന്ന് അളക്കുക, ടാപ്പ് വെച്ച് അളക്കുക. ആ ഒരു വീടിന് എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ എക്സിസ്റ്റിംഗ് ഉള്ളത് അതേ സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചു നോക്കുക ആസ് എ പ്രാക്ടീസ്. സോ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിസ്റ്റേക്സ് ഇല്ലാതെ അതേ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. സോ ആ ഒരല്പം ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുക, അതേപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് കൊണ്ടുവരാം. അതിപ്പോ എക്സിസ്റ്റിംഗ് നോക്കുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള മോഡിഫിക്കേഷൻസ് അതിനകത്ത് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കുക. സോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെൽഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ രോഹിത്? ഇല്ല, തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് നമുക്കിപ്പോ ഒരു പ്ലോട്ട് കിട്ടി, നമ്മൾ എന്ത് ചെയ്തു, ആ പ്ലോട്ട് വരച്ചു. ഓക്കെ. ഹലോ, പറഞ്ഞോ. ഇടയ്ക്ക് ചെന്ന് ബ്രേക്ക്. അല്ല, രോഹിതേന്ദ്ര പറഞ്ഞു എന്ന് അതുകൊണ്ട് ചോദിച്ചാ. ഇല്ല, അതാ പറഞ്ഞത് രോഹിത്. നമുക്കിപ്പോ ഒരു പ്ലോട്ട് കിട്ടി. പ്ലോട്ടിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ്, ഞാനിപ്പോ ഒരു പ്ലോട്ട് എടുക്കുകയാണെന്ന് വെക്കാം. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ, നമ്മളിപ്പോ ഇതൊരു പ്ലോട്ടാണ്. ഓക്കെ. ഇതിപ്പോ ആക്ച്വലി നമ്മുടെ പ്ലോട്ടിന്റെ ഔട്ടർ ലൈനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഞാനിപ്പോ ഈ ഒരു പ്ലോട്ടിന്റെ ഔട്ടർ ലൈനെ ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. നമുക്കിപ്പോ ഇങ്ങനൊരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാണ് ഫ്രണ്ട് എന്ന് വെക്കുക. സോ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ നിന്ന് ഒരു 3 മീറ്റർ വരണം. ശരിയല്ലേ? ഇപ്പൊ ഇതിനകത്ത് എത്ര, 1 മീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഫ്രണ്ട് ആയിട്ട് കാണിച്ചു. കാരണം ഇതിൽ വേറെ വഴിയില്ല. ഇവിടെ നമ്മൾ 3 മീറ്റർ വിട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത്രയും ഏരിയ പോകും. പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, സ്പേസ് കിട്ടത്തില്ല. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഇതിനെ ഫ്രണ്ട് ആയിട്ട് എടുത്തു. ഞാൻ എന്ത് ചെയ്തു, ഓഫ്സെറ്റ് എടുത്തു, 3 മീറ്റർ വിടുകയാണ്. എന്ത് ചെയ്തു, ഇവിടെ നിന്ന് 3 മീറ്റർ വിട്ടു. എന്താണ്, സൈഡിൽ നിന്ന് എനിക്ക് 1 മീറ്റർ വരണം. നമുക്ക് ഒരു പ്ലോട്ട് കിട്ടി കഴിഞ്ഞാൽ ആ പ്ലോട്ട് വരച്ച് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. കണ്ടോ, ഞാൻ എന്ത് ചെയ്തു, 1 മീറ്റർ ഇവിടെ നിന്ന് വിട്ടു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 1.9 മിനിമം വരണം ബാക്കിൽ നിന്ന്. സോ എനിക്കിപ്പോൾ വരയ്ക്കാൻ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, എൻ്റെ ബിൽഡിംഗ് നിൽക്കേണ്ട ഏരിയ. കണ്ടോ, ഇതിനകത്ത് എനിക്ക് എൻ്റെ പ്ലാനിങ് എന്ത് ചെയ്യണം, നിൽക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എന്ത് വീണ്ടും ഒരു ഇത് വരും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 1 മീറ്റർ ഇവിടെ നിന്ന് എടുക്കണം. കണ്ടോ, ഇവിടെ നിന്ന് എടുത്തിട്ട് നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
സോ അത്ര ഏരിയ കൂടെ നമ്മൾ എന്ത് ചെയ്യും, കളയും. സോ ഇവിടെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഒന്ന് കൂടുതൽ പോകും. കാരണം നമുക്ക് ഈ സൈഡിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ബെൻഡ് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്ലാനിങ് ഏരിയ. മനസ്സിലായോ? ഈ ഏരിയക്കകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലോട്ടിന്റെ ഡീറ്റെയിലിംഗ് കിട്ടി, നമ്മൾ പ്ലോട്ട് വരച്ചിരുന്ന നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ബാക്ക് ഡീറ്റെയിലിംഗ് ചെയ്യണം. നമുക്ക് സെറ്റ് ബാക്ക് ഏരിയസ് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഒന്ന് വിടണം. ഓക്കെ, അതേപോലെ നമുക്ക് മാക്സിമം ഇതിപ്പോ കുറച്ച് കർവ്ഡ് ആയിട്ടുള്ള ഇതാണെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഇതില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ കുറച്ച് ഇവിടെ കൊണ്ടുവിടുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാനൊന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കണം എന്ന് വെക്കാം. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, 1 മീറ്റർ ഇടും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് 1 മീറ്റർ ഇടുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്ക് മാക്സിമം സ്ക്വയർ ആക്കാൻ നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് വേസ്റ്റേജുകൾ കുറയ്ക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കുറച്ച് ഏരിയ കൂടുതൽ പോകുന്നു എന്ന കാര്യത്തിൽ നമ്മൾ ഇഷ്യൂ ആക്കരുത്, സ്ക്വയർ ആക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്കണോമി നോക്കിയിട്ട് വീട് വെക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കണ്ടോ, മാക്സിമം എന്ത് ഇങ്ങനെ സ്ക്വയർ ആക്കാം. സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് സെറ്റ് ബാക്ക് കറക്റ്റ് ആയിട്ട് വിട്ടിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പോൾ അവർ ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് എന്താണ് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. സോ ക്ലയന്റ് പറഞ്ഞതുപോലെ 2 ബെഡ്റൂം 3 ബെഡ്റൂം വേണം. 3 ബെഡ്റൂം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ സംസാരിച്ചിട്ട് അത് എന്താക്കി മാറ്റുക, 2 ഫ്ലോർ ആക്കി മാറ്റുക. താഴെ 1 ബെഡ്റൂമും മേളിൽ 2 ബെഡ്റൂമായിട്ട് ചെയ്യാം. മനസ്സിലായോ? സോ ആ രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ വേറെ എന്തെങ്കിലും? ഓക്കെ, അത് ഇതുവരെ നോക്കിയില്ല. നമ്മുടെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. അപ്പൊ പിന്നെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നേ കയറി, കാരണം നമുക്കിപ്പോൾ 1 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ കയറി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, ടൈം തീരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കയറി. ഇതിൽ ആപ്ലിക്കേഷൻ ക്ലോസ്ഡ് എന്നാണോ വരേണ്ടത്, അഡ്മിഷൻ ക്ലോസ്ഡ് എന്ന് അല്ലേ വരേണ്ടത്? അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ആരാന്നുള്ളതാണ് നോക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ക്ലോസ് ചെയ്യാമല്ലോ. ഒന്ന് ക്ലാരിഫൈ ചെയ്യണേ. ഇതിൽ ആപ്ലിക്കേഷൻ ക്ലോസ്ഡ് എന്നാണോ വരേണ്ടത്, അഡ്മിഷൻ ക്ലോസ്ഡ് എന്ന് അല്ലേ വരേണ്ടത്? അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ആരാന്നുള്ളതാണ് നോക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ക്ലോസ് ചെയ്യാമല്ലോ. ഒന്ന് ക്ലാരിഫൈ ചെയ്യണേ. ഇതല്ലേ ലാസ്റ്റ് അയച്ചു തന്നാ? ഓക്കെ, അതായത് ആക്ച്വലി നമുക്കിപ്പോ ഫസ്റ്റ് നമ്മൾ ഈ പ്ലാനൊക്കെ ഇങ്ങനെ ചെയ്ത് അയക്കുമ്പോഴുണ്ടല്ലോ, ഈ പ്ലാനൊക്കെ നമ്മൾ ചെയ്ത് ഓക്കെ, നമുക്കിപ്പോ നോർമലി രോഹിത് ഇപ്പൊ ഈ പ്ലാൻ ചെയ്ത് അയക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഇതിന്റെ എന്ത് കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു, പ്ലോട്ട് ഡീറ്റെയിൽ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ആ പ്ലോട്ടിനകത്തൂടെ വെച്ചിട്ടുള്ള ഒരു ഇതുകൂടെ അയക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ബാക്ക് വിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ഈ ഒരു ഡ്രോയിങ്സിനെ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ അയച്ചിരുന്ന ആ പ്ലോട്ടിനകത്ത് ഇത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ശരിയല്ലേ? ആ പ്ലോട്ട് ലിമിറ്റിനകത്ത് നിന്നാൽ മാത്രമേ ഇപ്പൊ രോഹിത് ചെയ്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ടോട്ടലി റോങ് ആണ്. നമ്മുടെ ആ പ്ലോട്ടിനകത്ത് ചെയ്യാൻ പറ്റാത്ത ഡ്രോയിങ്സ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ശരിയല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം, നോർമലി ആ പ്ലോട്ടിനകത്തൂടെ ഇതൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, സോ കിച്ചൺ ഇപ്പോഴും ശരിയായിട്ടില്ല. കണ്ടോ, കിച്ചൺ നമുക്ക് നല്ല ചെയ്താണ്. ഇത്രയും വലിയ വീടിന് ചെയ്തിട്ട് നമ്മൾ ഇത്രയും ചെറിയ കിച്ചണൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? 2/3.3 അല്ല, ലെങ്ത് കൂടുതൽ വരുന്നു. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കിപ്പോൾ സ്റ്റോർ റൂം നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ആക്ച്വലി ഞാൻ പറഞ്ഞു, നമ്മുടെ കിച്ചന്റെ ഏരിയ നമുക്ക് യൂസ് ചെയ്യണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കിച്ചണിനകത്ത് വർക്ക് സ്ലാബ് കാണിക്കണം. അറിയാലോ, നമുക്ക് 90 സെന്റിമീറ്റർ ഹൈറ്റ് നമ്മൾ ഇടണം, നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള വർക്ക് സ്ലാബ് കാണിക്കണം.
സോ ആ ഒരു വർക്ക് സ്ലാബ് ഇതിനകത്ത് ഞാനിപ്പോൾ എങ്ങനെ കാണിക്കും? ഇപ്പം നോക്കിയാൽ 2.3 എന്ന് പറയണം. ഇവിടെ നിന്നും 60 സെന്റ് അല്ലെങ്കിൽ 50 സെന്റ് ലെങ്ത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് സ്ലാബ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഒരു 50 സെന്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ എത്തും. പക്ഷെ എനിക്ക് ഈ ഒരു ലെങ്ത്തിൽ മാത്രം എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ? വർക്ക് സ്ലാബ് കിട്ടത്തുള്ളൂ. ആ വർക്ക് സ്ലാബിനകത്ത് ഞാൻ എന്തൊക്കെ അക്കോമഡേറ്റ് ചെയ്യണം? സ്റ്റവ് അക്കോമഡേറ്റ് ചെയ്യണം, അതേപോലെ നമ്മുടെ സിങ്ക് അക്കോമഡേറ്റ് ചെയ്യണം, അതോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയ വേണം. സോ ഇത്രയും വലിയ ബെഡ്റൂം നമുക്ക് ബിൽഡിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞാൻ അതാണ് പറയുന്നത്, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള തിങ്സും നമുക്ക് അതിനകത്ത് കയറി വരണം. ഓക്കെ, സോ അതാണ് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഈ കിച്ചൺ നമുക്ക് റിവൈസ് ചെയ്തേ പറ്റൂ. അത് വേറെ ഓപ്ഷൻ ഇല്ല, ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നമുക്കിപ്പോ സ്റ്റോർ റൂം വരുന്നുണ്ട്, ഇത്രയും ഏരിയ ഇവിടെ ചുമ്മാ കിടപ്പില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ഏരിയ മാത്രം സ്റ്റോർ റൂം എടുക്കാം. ഈ കിച്ചണിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ സ്റ്റോർ റൂമിന് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഒരു ഡോർ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് വെർട്ടിക്കൽ വാൾ ഇട്ടിട്ട് ഈ ഡോർ ഈ എഡ്ജിൽ ഇങ്ങനെ കൊടുത്താൽ മതി. സോ നമുക്ക് മാക്സിമം ഈ വാൾ ഏരിയ കിട്ടും, കിച്ചണ് വലുതായിട്ട് കിട്ടും. ഇപ്പൊ 2 മീറ്റർ കൊടുത്തിരിക്കുന്നത്, 2 മീറ്ററിന് 1 മീറ്റർ കൂടെ എടുക്ക്. ഇപ്പൊ ഇതിനിപ്പോ 3 മീറ്റർ കാണിച്ചിരിക്കുന്നു, 3 മീറ്റർ നമ്മൾ 2 മീറ്റർ മതി. 2 മീറ്റർ കൊടുത്തിട്ട് നമ്മുടെ ഈ 1.5 എന്നുള്ളത് ഏതിലാക്കി? 3 മീറ്ററിലോട്ടാക്ക്. സോ നമുക്ക് വലിയ സ്റ്റോർ റൂമും കിട്ടും. മനസ്സിലായില്ല? സോ ആ ഒരു രീതിയിൽ എടുക്കുക. കാരണം ഞാൻ ഇതിനകത്ത് എന്ത് തന്നിട്ടില്ല? എനിക്ക് ഏരിയ ലിമിറ്റേഷൻ തന്നിട്ടില്ല, ഇല്ലേ? ഇത്ര ഏരിയക്കകത്ത് നിങ്ങളുടെ വർക്ക് നിൽക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. സോ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, പിന്നെ ബെഡ്റൂം ഒന്നും കുഴപ്പമില്ല. ബട്ട് 3/3.3 എന്നൊക്കെ എന്ന് പറയുമ്പോഴേക്കും ബെഡ്റൂം ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നമ്മളൊരു കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യത്തില്ല, ഒരു സൈഡ് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ ഞാനൊരു കട്ടിലിടുകയാണെങ്കിൽ കട്ടിലുണ്ട് ഈ ഒരു ലൈനിൽ വരും. പിന്നെ നമുക്കിവിടെ വളരെ ചെറിയൊരു ഏരിയ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അത്രയും ചെറിയ ബെഡ്റൂമിന് കൊണ്ടേ നമ്മൾ ഡ്രസ്സിങ്ങും അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞ് നോക്കത്തില്ല. ഓക്കെ, സോ നമ്മൾ കുറച്ച് ആ ഒരു സ്പേസ് മാറ്റണം, ആ ഒരു സ്പേസിങ് ഏരിയ. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഈ ഒരു വാൾ കുറച്ചുകൂടെ കൂടെ നീക്കി എന്നാലും എന്തിനെ ബാധിക്കുന്നില്ല? കിച്ചനെ ബാധിക്കുന്നില്ല. സോ അത് കുഴപ്പമുള്ള ഒരു കേസല്ല. ഓക്കെ, പിന്നെ ടോയ്ലറ്റ് ഏരിയ കുഴപ്പമില്ല. ഓക്കെ, സോ ഇതിപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തിട്ട് ആ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ കിട്ടി. ബാക്കി ഇങ്ങനെ കുറ്റം പറയാനില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ബെഡ്റൂം ഈ ഏരിയാസ് മാത്രം ഒന്ന് റിവൈസ് ചെയ്താൽ മതി. 3/3 എന്നൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നോർമലി ഇത്രയും 1000 അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് വീഡിയോയ്ക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് അക്സെപ്റ്റ് ചെയ്യത്തില്ല? 10/10 ഒരു ബെഡ്റൂം അക്സെപ്റ്റ് ചെയ്യത്തില്ല, 100 സ്ക്വയർ ഫീറ്റ് അകത്തുള്ള ഒരു ബെഡ്റൂം. ഓക്കെ, കാരണം നോക്കി നമുക്ക് വലിയ ഹാളാണ്, ഇത്രയും വലിയ ഹാളും ഇത്രയും കുഞ്ഞു ബെഡ്റൂമിനകത്താണ് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ എന്ത് ചെയ്യുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അത് കുറച്ച് എന്തായിരിക്കണം? വിസ്തീർണ്ണമായിരിക്കണം, കുറച്ചുകൂടെ സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. കാരണം ആ ലിമിറ്റേഷൻ തരാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. അഥവാ ഞാൻ ഒരു ലിമിറ്റേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? വേറെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പേസ് കുറയ്ക്കും. ഹാൾ ഇത്രയും വലിയ ഹാൾ വേണ്ട, ഹാൾ ഏരിയ കുറയ്ക്കാം. പിന്നെ ഇവിടെ കൊണ്ട് ഇത്രയും വലിയ ഹാൾ വരുന്നുണ്ട്, ഈ ഹാൾ ഏരിയ നമുക്ക് കുറയ്ക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് ഇട്ടാൽ മതി, അഡീഷണൽ ഒരു ബീം കൊടുത്താൽ മതി. നമുക്ക് ഇത്രയും ഏരിയ നമുക്ക് കൊടുക്കണ്ട. ഈ ഒരു വാൾ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാം, ഈ ഒരു 1 മീറ്റർ 2 മീറ്റർ മാറ്റാം, അത്രയും സ്ക്വയർ ഫീറ്റ് കുറയും. സോ അങ്ങനെ സ്ക്വയർ ഫീറ്റ് ഒക്കെ കുറയ്ക്കാനുള്ള ഒരുപാട് ഏരിയസ് ഇതിനകത്ത് വരുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതൊരു വിഷയമുള്ള ഒരു കേസല്ല. ഓക്കെ, സോ ഈ ഒരു ഏരിയ എന്ത് ചെയ്യാം? ഒന്ന് റിവേഴ്സ് ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് സ്പേസ് ആക്കുക. ഓക്കെ, ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പ്ലാൻ വരുമ്പോൾ ഇതുപോലെ മതി. ഇതിന്റെ ഔട്ടർ ലൈൻ മാത്രം എടുക്കുക. ഏതിന്റെ ഔട്ടർ ലൈൻ? നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ ഈ പ്ലാന്റെ ഔട്ടർ ലൈൻസ് മാത്രം എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ ഹാച്ച് ചെയ്യുക. എന്നിട്ട് പ്രൊപ്പോസൽ ബിൽഡിങ്ങിനെ കാണിക്കുക, അതിനെ എവിടെ പ്ലേസ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലോട്ട് വരച്ചിട്ട് പ്ലോട്ടിനകത്ത് സെറ്റ് ബാക്ക് വിട്ടിട്ട് പ്ലേസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അറിയാൻ പറ്റത്തുള്ളൂ പ്രോപ്പർ സെറ്റ് ബാക്ക് വിട്ടിട്ടാണോ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ? അനലൈസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല? അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, കുഴപ്പമില്ല, നോർമൽ പ്ലാനിങ് ഓക്കെയാണ്. കുറച്ച് ഏരിയ കൂടെ ഇപ്പൊ നോക്കിയൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ നോക്കിയൊക്കെ ഇപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ കിച്ചണും ഈ ബെഡ്റൂം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? സ്ട്രൈറ്റ് വ്യൂ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം നോക്കി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ ഈ ഒരു ബെഡ്റൂമിന് സേഫ്റ്റി വന്നിട്ടുണ്ട്, അതായത് പ്രൈവസി വന്നിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം, ഈ ഒരു ടോയ്ലറ്റ് എല്ലാം പ്രൈവസി വന്നിട്ടുണ്ട്, മൊത്തമായിട്ട് ക്ലോസ്ഡ് ആയി. ഓക്കെ, നമുക്കിപ്പോൾ ആ കൂടെ കിടക്കുന്നത് ഈ രണ്ടെണ്ണമാണ്. സോ അതും നമുക്ക് ചെയ്യാം. ആക്ച്വലി കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ ഒന്ന് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഡോർ വരുമ്പോൾ അതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ സോഫ ഇടാൻ പോകുന്നത്. സോ ഇവിടെ ഇരിക്കുന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാം. തിരിച്ച് ഈ ഡോർ ഇവിടെ വരികയാണെങ്കിലോ
നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. കാരണം ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നത്. പെട്ടെന്ന് ഇവിടെ കയറി വരുന്ന ആൾക്കാർ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, ജസ്റ്റ് കാണത്തുള്ളൂ. ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, ഇവിടെ നിൽക്കത്തില്ല. കയറി വരുന്ന ആൾക്കാർ നേരെ ഒന്ന് എന്ത് ചെയ്യത്തുള്ളൂ, ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രൈവസി മെത്തേഡ് വരും. അതേപോലെ ഈ ബെഡ്റൂം ഡോർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഇപ്പുറത്തും കൊടുക്കാം. സോ ഇവർക്ക് എന്തായിട്ട് മാറി, പ്രൈവസി ആയിട്ട് മാറി. മനസ്സിലായോ? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഏതിനകത്ത് ഇല്ല, അത് കുഴപ്പമില്ല. ഡോർ നമുക്ക് ഇഷ്യൂ ഉള്ളതല്ല. കാരണം ഈ ഡോറും നമ്മുടെ ഓവർ വെയിറ്റ്, അതായത് വെയിറ്റ് ലോഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന് ഡോർ നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും വരാം. ഫസ്റ്റ് ഫ്ലോറിൽ കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. മനസ്സിലായില്ലേ? കാരണം ഡോറും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആ ബിൽഡിംഗ് വെയിറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഈ ഡോർ ഇരിക്കുന്ന അത്രയും ഓപ്പൺ ആണെങ്കിൽ പോലും അതിന്റെ മേളിൽ നമ്മൾ ലിൻഡിൽ കൊടുക്കുന്നത് ആ വെയിറ്റ് ആ ഒരു ഡോറിന്റെ മേളിലേക്ക് വരാതിരിക്കാനാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് മേളിലോട്ട് ആ ഡോർ അവിടെ വരാതെ വേറെ ചുമര് വന്നിരുന്നാലും ആ ഡോറിന്റെ വെയിറ്റ്, ആ ചുമരിന്റെ വെയിറ്റ് എന്ത് ചെയ്യത്തില്ല, ആ ഡോറിലോട്ട് വരത്തില്ല. അത് ലിൻഡിൽ കൂടെ സ്പ്ലിറ്റ് ആയി. അതാണ്, അത് കുഴപ്പമില്ല. നമുക്ക് ഡോർ എവിടെ വേണമെങ്കിലും കൊടുക്കാം, ഇന്ന സ്ഥലത്ത് തന്നെ വരണമെന്നില്ല. പിന്നെ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നമുക്കിപ്പോ ഈ ഡയറക്റ്റ് ഈ ഡോർ നമുക്ക് ഇവിടെ വരുന്നത്, സോ ഈ മെയിൻ ഡോറിന്റെ നേരെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ഡോർ വന്നു, ഈ ബെഡ്റൂം ഡോർ ഇവിടെയാണ്, ഈ വിൻഡോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നോർമലി നമ്മുടെ വാസ്തു പ്രകാരം ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുക്കും. കാരണം എന്ത് ചെയ്യണം, മെയിൻ ഡോറിൽ കൂടെ കയറുന്ന വായു തടസ്സങ്ങളൊന്നും ഇല്ലാതെ നേരെ വീടിന്റെ ഉള്ളിൽ കൂടെ പുറത്തു പോകണം എന്നുള്ളത് കൺസെപ്റ്റ് ആണ് ആസ് പെർ വാസ്തു. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ അതുകൊണ്ടുള്ള ഒരു ഇതൊന്നും വരുന്നില്ല അതിനകത്ത്. ഓക്കെ, ക്ലിയർ? സോ ആ രീതിയിൽ ഒന്നും എന്ത് ചെയ്യുന്ന റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ബെഡ്റൂം നമ്മളിപ്പോ ലോ ബഡ്ജറ്റിൽ ചെയ്യുന്ന വീടിന് ഇപ്പൊ ലജീഷ് ഉണ്ടോ? ലജീഷ്, ഹലോ ലജീഷ് ഉണ്ടോ, അതോ പോയോ? ഓക്കെ, ആക്ച്വലി ലജീഷ് ഒരു ചെറിയൊരു പ്ലാൻ ചെയ്തില്ലായിരുന്നു അന്ന്, ഇപ്പൊ മറ്റേ പോലീസ് അസോസിയേഷന് വേണ്ടിയിട്ട് ചെയ്ത അല്ലെ? അതിന്റെ ബെഡ്റൂമിന്റെ എത്ര സൈസ് കൊടുത്ത? അതാണ് നമ്മൾ ചെറിയൊരു സൈസ് അല്ലേ കൊടുത്തത് അതിനകത്ത്, ചെറിയ സൈസ്. അതാണ് ഞാൻ അത് ഉദ്ദേശിച്ച് വരുന്നില്ല. നമ്മൾ അങ്ങനെ ബഡ്ജറ്റ് ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ നമ്മളിപ്പോ ഈ പറയുന്നത് പോലെ 3/3 അല്ലെങ്കിൽ 3.3/3.3 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മനസ്സിലായി? ചെറിയ ബഡ്ജറ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ബട്ട് ഇപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഏരിയ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നാലും ഇതൊരു 1000-1800 സ്ക്വയർ ഫീറ്റ് വരും എന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് നമുക്ക് എങ്ങനെ പോയിരുന്നാലും 10,000, പക്ഷെ എങ്ങനെ കൂട്ടിയിരുന്നാലും ഒരു 2000 സ്ക്വയർ ഫീറ്റിന് മേലിൽ വരുന്നുണ്ട്. സോ ഈ 2000 സ്ക്വയർ ഫീറ്റിന് മേലിൽ ഒരു വീട് വെക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, 10x10 റൂമിനകത്ത് കിടക്കത്തില്ല. 10x10 എന്ന് പറയുന്നത് നല്ല കൺജസ്റ്റ് ആയിട്ടുള്ള റൂമാണ്. അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, കിടക്കത്തില്ല. സോ മിനിമം നമുക്ക് എത്ര തന്നെ വേണം, 12x12, അതായത് 3.6x3.6 തന്നെ മിനിമം വേണ്ടി വരും. സോ അതിനനുസരിച്ച് നമ്മൾ എന്തും കൊടുക്കണം, കിച്ചൺ കൊടുക്കണം. നമുക്ക് ബെഡ്റൂം കിച്ചൺ എല്ലാം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും വലിയ വീട് കൊടുത്തിട്ട് അതിനകത്ത് ചിലപ്പോൾ 10 പേരുണ്ടാവും. 10 പേർക്കും കൂടി ഈ ഒരു ചെറിയ കിച്ചണിൽ നിന്നിട്ട് വേണം എന്തുണ്ടാക്കാൻ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സോ കിച്ചൺ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു ഫംഗ്ഷൻ വന്നു, ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, കിച്ചൺ ആണ്. കിച്ചണിനകത്ത് നിന്ന് വേണം എന്ത് ചെയ്യാൻ, ആ ഫംഗ്ഷൻ വരുമ്പോൾ വരുന്ന 20 പേർക്ക് 30 പേർക്ക് 40 പേർക്കുള്ള ആഹാര സാധനങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? സോ നമുക്ക് കിച്ചൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ കിച്ചണൊക്കെ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് സ്പേസ് ആയിട്ട് വെക്കുക. സ്പേസ് എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്ത് ഓവർ ആക്കരുത്. ഒരു 3 ഓക്കെയാണ്, ഹൈറ്റ് 3 ഓക്കെയാണ്. അതോടൊപ്പം ഇപ്പോഴത്തെ എടുക്കുന്ന 2 എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് ആക്കുക, 1 മീറ്റർ കൂടെ എന്ത് ചെയ്യുക, കൂട്ടുക. 3x3 ആക്കിയാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ സ്പേസ് ആവും. സോ നമുക്ക് മറ്റേ സ്ലാബ് ഏരിയ എന്ത് ചെയ്യണം, കൂടി വെക്കണം. നമുക്ക് വെക്കുന്ന വർക്കിംഗ് സ്ലാബ് കൊടുക്കുന്ന വർക്കിംഗ് സ്ലാബിന്റെ ഏരിയ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ കൂട്ടണം. ഓക്കെ, സോ നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിനകത്ത് വരണം. ഇന്ന രീതിയിൽ ചെയ്യണം, അതാ ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ക്ലയന്റിനെ അറിയണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഒരു വാല്യൂ അറിയണം. ഒന്നുമില്ല, നിങ്ങളിപ്പോ സാധാരണ ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്നു, ക്ലയന്റ് റിക്വയർമെന്റ് പ്ലാൻ ചെയ്യണമെന്ന് വെക്കാം. നിങ്ങളൊരു എക്സാമ്പിൾ ഒരു എന്താ പറയുന്ന ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കാമെന്ന് വെക്കാം. സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിക്കുക. നമുക്ക് ഏറ്റവും ഇപ്പോഴത്തെ റേറ്റ് ഒക്കെ വെച്ച് ഏറ്റവും മിനിമം ഐ തിങ്ക് 1850 1860 ഒക്കെ ഉണ്ട് ഏറ്റവും കുറഞ്ഞത് പെർ സ്ക്വയർ ഫീറ്റ്.
ഓക്കെ 1850 സ്ക്വയർ ഫീറ്റ് വെച്ച് 2000 സ്ക്വയർ ഫീറ്റ് എത്ര ആയി നോക്കി, ഓൾമോസ്റ്റ് നമുക്ക് 40 ലക്ഷത്തിന് അടുത്ത് വരും. മനസ്സിലായോ? സോ 40 ലക്ഷത്തിന്റെ വീട് വെക്കാൻ കഴിവുള്ളവൻ അത്രയും ലക്ഷം മുടക്കി വീടും വെച്ചിട്ടുള്ള ചെറിയ റൂമിനകത്ത് കിടക്കുന്ന റൂമുണ്ട്. മനസ്സിലായോ? സോ അതാണ്. സോ നമ്മൾ ആ ഒരു ഇത് എപ്പോഴും എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ ബഡ്ജറ്റ് വേസ്റ്റ് ആയിട്ട് അറിയുന്ന തരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ കാര്യം പറയാം. നിങ്ങളിപ്പോ 3 ബെഡ്റൂം എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, 2 ബെഡ്റൂം എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ സ്പേസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, കാര്യങ്ങൾ പറയാം. സോ ബഡ്ജറ്റ് നോക്കാൻ ചെയ്യുന്നത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഏരിയ കുറച്ച് അല്ലെങ്കിൽ ബെഡ്റൂം നമ്മൾ ബെഡ്റൂം കൊടുക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, ലാവിഷായിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കണം. മനസ്സിലായില്ലേ? സോ അതെല്ലാം നോക്കി പുള്ളി ബഡ്ജറ്റ് ഇട്ടിട്ട് പുള്ളി പറയാം കുറച്ച് കൂടുതലാണ്, കുറച്ച് ഏരിയ കുറയ്ക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഏരിയ ഒക്കെ കുറച്ചിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത് ഓക്കെ ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും? ഓക്കെ. സോ ലജീഷിന് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? കേട്ടില്ല. ഏത് സ്റ്റെപ്പാണ്? ഈ സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ആക്ച്വലി പുള്ളി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 2 സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നു. 30 വെച്ച് 2 സ്റ്റെപ്പ് കൊടുത്തു. ബട്ട് ആ ഷെയ്ഡ് കാണിച്ചിരിക്കുന്നത് 50 ആണ് കാണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു, ഇല്ലേ രോഹിത്? ശരിയല്ലേ? അല്ല, സ്റ്റെപ്പ് 2ഉം 30 സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നു. ബട്ട് ഷെയ്ഡ് കാണിച്ചിരിക്കുന്നത് 50 ആണ് കാണിച്ചിരിക്കുന്നത്. 0.45 അല്ല, നമ്മൾ കൊടുക്കുമ്പോൾ മിനിമം 0.6 അല്ലെങ്കിൽ 0.5 മിനിമം കൊടുക്കണം. ഓക്കെ. അതേപോലെ നമുക്ക് ഈ സ്റ്റെപ്പുകൾക്കൊന്നും ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, 0.3 കൊടുക്കേണ്ട കാര്യമില്ല, 0.25 മതി. കാരണം അതങ്ങനെ റെഗുലർ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് അല്ല അത്. അധികം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇല്ലല്ലോ, 2 സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കാലിച്ച് താഴെ ഇറങ്ങുന്നു, കയറുന്നു, അത്രയും മാത്രം മതി. ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് കൊടുക്കുന്ന സ്റ്റെപ്പ് ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് 30/30 കൊടുക്കാം. പക്ഷെ ബാക്കിലുള്ള സ്റ്റെപ്പുകളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, 0.25 കൊടുത്താൽ മതി. ഓക്കെ. അതേപോലെ നമ്മൾ ഈ സൺഷെയ്ഡും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മിനിമം 0.5 അല്ലെങ്കിൽ 0.6 ആണ് ഏറ്റവും ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ എങ്ങനെ കവർ ചെയ്തിരുന്നാലും മഴ പെയ്യുമ്പോൾ തൂവാനടിക്കാനത് കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വീഴുക തന്നെ ചെയ്യും. അത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 0.9 എങ്കിലും എന്ത് ചെയ്യണം, 3 അടിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഷെയ്ഡ് കൊടുക്കണം. സോ ഏറ്റവും ബെറ്റർ എന്തെന്നാണ്, മിനിമം 0.2 2 ഇതെങ്കിലും കൊടുക്കുന്നതാണ്, 2 അടിയെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ്. അതായത് 60 സെന്റെങ്കിലും ഷെയ്ഡ് കൊടുക്കുന്നത് ബെറ്റർ ആണ്. സോ അത് പ്രോപ്പറായിട്ട് എന്തെങ്കിലും കവർ ചെയ്ത് വരും. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇതിനകത്തുണ്ടോ, ഇതിനകത്ത് നോക്കിയെങ്കിൽ ആ കൂടെ നമുക്ക് ഇത്രയും ഏരിയയിൽ മാത്രം മതി ഷെയ്ഡ്, ഇല്ലേ? ഈ ഒരു ഡോറിന് ഇത്ര ഏരിയയിൽ മാത്രം മതി ഷെയ്ഡ്. അല്ലെങ്കിൽ ഈ ഡോറിന് നമുക്ക് ഇവിടെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ചേർത്തൊരു ചെറിയൊരു ഷെയ്ഡ് കൊടുത്താൽ മതി. നോക്കിയെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയയിൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, വേസ്റ്റ് ചെയ്തു. ഒരു രീതിയിൽ എന്തില്ല, യൂസ് ഇല്ലാതെ വേസ്റ്റ് ചെയ്തു. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡോർ ഇല്ല, ഞാനതാണ് പറയുന്നത്, നമുക്ക് ഈ ഡോർ ഇവിടെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഈ ഡോർ ഇപ്പൊ ഇവിടെ കൊണ്ട് വെച്ചിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, നടന്നു പോവാം. സോ കുഴപ്പമില്ല. ഈ ഡോറിന് എന്ത് ചെയ്യുക, ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക, ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കുക. പകരം ഇതിനെ റിമൂവ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ സൺഷെയ്ഡ് കൊടുക്കാം. ഓക്കെ. സോ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ഡോറിനെ കുറച്ച് സൈഡിലോട്ട് നീക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ട് ആ ഡോർസ് ആൻഡ് വിൻഡോസിന് മാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാം, അവിടെ സൺഷെയ്ഡ് കൊടുക്കാം. ഇത്രയും ലെങ്തിൽ എന്ത് കൊടുക്കണ്ട, സൺഷെയ്ഡ് കൊടുക്കണ്ട. കാരണം വേസ്റ്റേജ് ആണ്. യൂസ് ആകുന്നതിനേക്കാൾ കൂടുതൽ എന്ത് വരുന്നുണ്ട്, വേസ്റ്റേജ് വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഇവിടെ നോക്കിയൊക്കെ നമുക്കിപ്പോ കാറ് നമ്മൾ ഇതിനകത്ത് എങ്ങനെയാ പാർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇല്ലേ? നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? കറക്റ്റ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ കോളം ഇങ്ങനെ വെക്കരുത്. കോളം ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യും, 3 ഇതിനകത്ത് നിന്ന് 60 സെന്റി പോകും, 3 മീറ്ററിന്. പിന്നെ നമുക്ക് ഇവിടെ ഓപ്പണിംഗ്, കാർ കയറ്റാനുള്ള ഓപ്പണിംഗ് കിട്ടുന്നത് 2.4 ആണ്. മനസ്സിലായോ? സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോളം തിരിച്ചു കൊടുക്കണം, വെർട്ടിക്കലായിട്ട് കൊടുക്കണം. ഇതിപ്പോ ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്ന കോളത്തിന് എന്ത് ചെയ്യണം, വെർട്ടിക്കലായിട്ട് കൊടുക്കണം. കാന്റിലിവർ ആയിട്ട് അത്രയും ലെങ്തിൽ നിൽക്കത്തില്ല, സ്റ്റീൽ സ്ട്രെസ് ആയിട്ട് അങ്ങനെ കൊടുക്കാം, അത് കുഴപ്പമില്ല. അല്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ലെങ്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാന്റിലിവർ ബീം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് ഓൾമോസ്റ്റ് 5 മീറ്ററിന് മേലിലുണ്ട്. സോ അത്രയും ലെങ്ത് നമുക്ക് കൊടുക്കാൻ പാടാണ്. തിരിച്ചു കൊടുത്തിരുന്നാലും ഓൾമോസ്റ്റ് 3 മീറ്ററിന് മേലിൽ വരുന്നുണ്ട്. സോ നോർമലി അതിന് എന്ത് ചെയ്യും, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു കോളെങ്കിലും. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ 2 കോളം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാം. എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ നമുക്ക് വോള് വരുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ബീം കൊടുക്കും.
ഇവിടെ നിന്നും ബീം കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ രണ്ട് ബീമിനെ താങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സിംഗിൾ കോളം കൊടുക്കും, മതി. ബാക്കി ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് ഏകദേശം 1 മീറ്റർ ഒക്കെ നിൽക്കുള്ളൂ. അത് എന്തിൽ നിൽക്കും, കാൻഡിലിവർ ബീമിനകത്ത് നിൽക്കും, കുഴപ്പമില്ല. മനസ്സിലായി? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാം. ബട്ട് കോളം കൊടുക്കുമ്പോൾ എന്ത് ചെയ്ത് എപ്പോഴും നമ്മുടെ വണ്ടിയുടെ ആക്സിസ് നോക്കണം. ആക്സിസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോളത്തിന്റെ ഡയറക്ഷൻ കൊടുക്കാം. ഒരിക്കലും ഇങ്ങനെ കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടുത്തെ സ്പേസ് കുറയും. ആക്ച്വലി ചെറിയൊരു എമൗണ്ട് ആണ്, എന്നാലും അതൊരു സ്പേസ് ആണ്, അതെന്ത് ചെയ്യും, കുറയും. സോ അറ്റ്ലീസ്റ്റ് നല്ല പ്രാക്ടീസ് ഇല്ലാത്തൊരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്നും 2 സൈഡിലും പെയിന്റും തേച്ചിട്ട്, വണ്ടിയിലുള്ള പെയിന്റ് കോളത്തിൽ തേച്ചിട്ടായിരിക്കും പുള്ളി വണ്ടി എടുക്കുകയും. ഓക്കെ, സോ ഇത് ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇല്ല, ഞാൻ ആക്ച്വലി രോഹിത്തിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമുക്ക് നോർമലി അങ്ങനെ ചെയ്യാം. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു 3 മീറ്റർ ഒരു ക്ലിയറൻസ് എന്തിനു വേണം, നമുക്ക് വണ്ടി ഇടാൻ വേണ്ടിയിട്ട് വേണം. ഇപ്പൊ രോഹിത് ഇപ്പൊ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 3 മീറ്റർ ആണ്, 3.2 എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ആ ബെഡ്റൂമിന്റെ ഇൻസൈഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, അതോടൊപ്പം ആ വോളിന്റെ ഔട്ട്സൈഡിലൂടെ കിട്ടുന്നുണ്ട്. സോ 3.2 ആണ് ടോട്ടൽ വിട്ട് വരുന്നത്. സോ നമുക്ക് അതിനകത്ത് ഇപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പിന്റെ സൈസ് എത്രയാണ് വരുന്നത്, 0.3 പ്ലസ് 6 വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ക്ലിയറൻസ് എത്ര കിട്ടുന്നുള്ളൂ, 2.6 മാത്രം നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, അതായത് ക്ലിയറൻസ് കിട്ടുന്നുള്ളൂ. സോ 2.6 എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് എത്രയാണ് വരുന്നത്, ഐ തിങ്ക് 2.something ആണെന്ന് തോന്നുന്നത് ഒരു വണ്ടിയുടെ വിട്ട്, അല്ലേ? നമ്മുടെ ഒരു കാറിന്റെ വിട്ട് എന്ന് പറയുമ്പോഴേക്ക് എത്രയാണ് വരുന്നത്, 3.2 ആണ് വരുന്നത്, 2.2 2.1 മീറ്റർ എന്താണ് അതിന്റെ വിട്ട് വരുന്നത് നോർമലി ഒരു വണ്ടിയുടെ. സോ നമുക്ക് എന്നാലും ടച്ചസ് കാണും. 3 മീറ്റർ ക്ലിയറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ഇതിനകത്തേക്ക് ഇറക്കുന്നതിന് കുഴപ്പമില്ല, ഇതിനകത്ത് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, കാർ പോർച്ചിനകത്ത് കൊണ്ടുവരാം. കാരണം നമ്മളിപ്പോ അത് കാർ പോർച്ചിനകത്തല്ല കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അഡീഷണൽ ചെലവ്. അത് നോക്കി നമ്മളിപ്പോ ഫ്രണ്ടിൽ ഫേസ് ചെയ്യുന്ന വരുന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നമ്മൾ സ്റ്റെപ്പ് കാണിക്കണം, അവിടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ട് കാണിക്കണം, അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ അതിനകത്ത്. സോ ആ ഒരു എക്സ്പെൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ജസ്റ്റ് സ്റ്റെപ്പ് ഇതിനകത്ത് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ എന്ത് വരുന്നു, കാർ ഷെഡിന്റെ കവറിങ് എല്ലാം എന്ത് ചെയ്യും വേണ്ടി വരും. സോ അത് നമുക്ക് ഇതേത്തില്ല വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, വേറെന്തെങ്കിലും? ഓക്കെ ആണോ ലജീഷ്? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ശരി, കുഴപ്പമില്ല, നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാം, നാളത്തെ ഇതിലോട്ട് എടുക്കാം. ഓക്കെ, സോ ഞാൻ പിന്നെ വേറെ പറഞ്ഞത്, ഓക്കെ, ആ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട്, വീഡിയോ നോക്കുക. ഓക്കെ, വീഡിയോ നോക്കിയിട്ട് ഇന്ന് വരെ ഉള്ളത് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ലജീഷും ആ ഡൗട്ട്സും എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നോക്കണ്ടേ ഒന്ന്. ഓക്കെ ഓക്കെ, എന്നാൽ ഒന്ന് തപ്പി നോക്കിയാൽ കിട്ടും. ഓക്കെ ഓക്കെ, സോ അതൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി ഒന്ന് പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ നമുക്കില്ല, എനിക്കൊന്ന് സെയിം ടൈം നമുക്ക് ബെറ്റർ ആയിരിക്കും തോന്നുന്നു, സെയിം ടൈം തന്നെ. കാരണം അതാകുമ്പോൾ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ധൈര്യമായിട്ടിരിക്കാം. നാളെ കിട്ടും, ബട്ട് മറ്റന്നാളെ പാടുള്ളൂ. മറ്റന്നാൾ ആക്ച്വലി തേഴ്സ്ഡേ ആണ്, അറിയാലോ. തേഴ്സ്ഡേ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ടൈമിൽ നമ്മൾ ഗ്രൗണ്ടിലായിരിക്കും. സോ ഒന്നും നടക്കൂല. സോ നാളെ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ടൈം ഇരിക്കാം. ഞാൻ ആക്ച്വലി 7 to 8 ആണ് കളി വരുന്നത്. നമ്മളിവിടെ 6:30 ഇറങ്ങും. ബട്ട് അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ഗ്രൗണ്ടിൽ ചിലപ്പോൾ നമുക്ക് സ്ലോട്ട് കിട്ടുന്നത് എപ്പോഴായിരിക്കും, 7 ബുക്ക് ചെയ്തിരുന്നാലും ചിലപ്പോൾ 7:30 ആയിരിക്കും നമുക്ക് അവിടെ എന്ത് കിട്ടുക, എൻ്റർ ചെയ്യാൻ പറ്റുക. സോ 7 അതെ ടർഫാണ്. സോ 7:30 to 8:30 വരെ എന്തുണ്ടാവും, നമ്മുടെ കളി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വന്നിരുന്ന ഒരു അരമണിക്കൂർ നോക്കാം. അതാ ഞാൻ പറഞ്ഞത്, അതൊന്നും നമ്മൾ നോക്കിയിട്ട് ഞാനൊരു പുതിയൊരു ടൈം പറയാം. നോക്കിയിട്ട് ഞാനൊരു ടൈം പറയാം. ഓക്കെ, അതൊന്ന് നോക്കിയിട്ട് ഞാൻ അന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ടൈം ആയിരിക്കാം പറഞ്ഞു. ഇല്ല, നോക്കാം, ഞാൻ അതാണ് പറഞ്ഞത്, നമുക്കിപ്പോ ഈ ഒരു ടൈം ബെറ്റർ ആണെന്ന് തോന്നുന്നു. 7 to 8 അല്ലെങ്കിൽ 8 to 9 ബെറ്റർ ആയിരിക്കും. സാധാരണപ്പോഴേക്കും ഞാനും ഒന്ന് ഫ്രീ ആണ്, മൺഡേ ആൻഡ് തേഴ്സ്ഡേ ഒഴികെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഫ്രീ ആവും, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കുന്നതിന് കുഴപ്പമില്ല.
അതാണ് നോർമലി എനിക്ക് ഇപ്പോൾ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് എന്തുണ്ടാകത്തില്ല, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, സോ അതാണ് നമുക്ക് ഈ ഒരു ടൈം നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, സോ അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സോ നാളെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം ടൈം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 7 to 8 അല്ലെങ്കിൽ 8 to 9 ഇടാം നമുക്ക്. ഓക്കെ, ഓക്കെ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്.